ഉമ്മ ഇതിക്ക് ചായ എടുക്കി. നിങ്ങക്ക് വയ്യെങ്കിൽ എന്തിനാ ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണേ? ഉപ്പാനോട് പറഞ്ഞിട്ട് എനിക്ക് ചായ പിടിക്കാനുള്ള പൈസ വാങ്ങി തന്നാ പോരെ? ഞാൻ ഹോട്ടലിൽ പോയിട്ട് ലഘുവായിട്ട് വല്ല പൊറാട്ടയും ചിക്കൻ ചില്ലി വാങ്ങി കഴിക്കൂലേ? നല്ലോണം വെച്ച് വിളമ്പി കൊടുക്ക്. എന്റെ മോൻ മല മറിച്ചിട്ട് വരികയല്ലേ, ക്ഷീണം കാണും. നേരത്തിനും കാലത്തിനും വല്ലതും കൊടുത്തിട്ടില്ലെങ്കിലേ ചെക്കമ്പോ അല്ലാണ്ടാവും. നിങ്ങൾ രാവിലെ തന്നെ ഓരോന്ന് പറഞ്ഞു തുടങ്ങാൻ നിൽക്കണ്ട. എന്റെ കണ്ണടിനെ വരെ നയിച്ചു കൊണ്ടുവരാൻ ഞാനുണ്ടാവും. അല്ലാണ്ട് എന്റെ പുന്നാര മോൻ നയിച്ചു കൊണ്ടിട്ടേ ഒരു കയ്യില് കഞ്ഞി കുടിക്കൂന്ന് ഈ വിചാരിക്കണ്ട. വല്ലതും തിന്നാൻ നേരത്തെ തുടങ്ങിക്കോളും ഒരു വയൽവറച്ചില്. മനുഷ്യനെ സ്വസ്ഥായിട്ടൊന്ന് തിന്നാനും സമ്മതിക്കൂല. കണ്ടോ, ഇന്നാലും ഒന്നും നന്നാവൂലെന്ന് തന്നെ. എടാ, പുരം നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണുണ്ട് ഇവിടെ, അന്റെ പെങ്ങള്. ഓളെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളുമായി. ഒരു ബാപ്പാന്റെ നെഞ്ചിലുള്ള നീറ്റലും പോച്ചലും എനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അത് മനസ്സിലാവണമെങ്കിലേ ഈ ഒരു ബാപ്പയാവണം. ഓരോ ദിവസം കൂടുന്തോറും നെഞ്ചിലുള്ള നീറ്റല് കൂടി വരിക. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോ നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോയ തോണിക്കാരന്റെ അവസ്ഥ എനിക്ക്. പഠിച്ചോ താങ്ങും തണലായിട്ട് എനിക്ക് ഒന്നിനെ തന്ന്, ഓനാണെങ്കിൽ ഇങ്ങനെ. പമ്പരം പോലെ ചുറ്റിക്കറങ്ങി പിടിവിട്ട കളി കളിക്കണ ഒടുക്കത്തെ പയ്യൻ. വീട്ടാര വട്ടം കറക്കണ നാട്ടാര നട്ടം തിരിക്കണ എന്നിട്ട് വട്ടം കളിക്കണ ഒടുക്കത്തെ പയ്യൻ. തരികിട കൊണ്ട് പകിട കളിച്ച് പമ്പരം പോലെ ചുറ്റിക്കറങ്ങി പിടിവിട്ട കളി കളിക്കണ ഒടുക്കത്തെ പയ്യൻ. ഇവൻ ആകാശത്തിന് പന്തൽ കെട്ടാൻ ചാരം വാങ്ങും, ഐസിന് പെയിന്റ് അടിക്കാൻ അഡ്വാൻസും വാങ്ങും. ആകാശത്തിന് പന്തൽ കെട്ടാൻ ചാരം വാങ്ങും, ഐസിന് പെയിന്റ് അടിക്കാൻ അഡ്വാൻസും വാങ്ങും. അങ്ങനെ പുതിയ പുതിയ തരികിടയിൽ ഗവേഷണം നടത്തുന്നുണ്ടൊരു പഹയൻ. പഠിപ്പുള്ള പഹയൻ ഇവൻ, മുഞ്ചുള്ള പഹയൻ ഇവൻ. പിടിപ്പുകേടിൽ ബിരുദനാ, തട്ടിപ്പ് വെട്ടിപ്പ് തല്ലുകൊള്ളിത്തരം മുങ്ങിക്കളിയിൽ മുച്ചിട്ടിൽ ഇവൻ എമ്മേക്കാരനാ. ഇവനെ പട്ടണത്തിൽ കാണാം പാതിരാവിൽ കാണാം, പട്ടണത്തിൽ കാണാം പാതിരാവിൽ കാണാം. ഇവൻ നാടായ നാട്ടിൽ പല ജാതി പേരിൽ ആകമൊത്തം കാണുന്നൊരൊഴുക്കത്തെ പഹയൻ. ഇവൻ നാടായ നാട്ടിൽ പല ജാതി പേരിൽ ആകമൊത്തം കാണുന്നൊരൊടുക്കത്തെ പഹയൻ. ഇവൻ ഒടുക്കത്തെ പഹയൻ, ഇവൻ ഒടുക്കത്തെ പഹയൻ. ഇവൻ നാട്ടിലെ പഹയൻ, നമ്മുടെ പഹയൻ. ഇവൻ നാട്ടിലെ പഹയൻ, നമ്മുടെ പഹയൻ. ഇവൻ ഒടുക്കത്തെ പഹയൻ. അല്ല ഉസ്മാനെ, എനിക്ക് ഹോട്ടലിൽ പൊറാട്ടോടല്ലേ പണി? അല്ല എന്റെ പേരിലും ക്ഷേത്രോ? അനുമാനെ, അല്ല ഉസ്മാനെ, എന്റെ ഒടുക്കത്തെ പഹയം വരുന്നുണ്ട്. എന്റെ ഫേസിൽ മുഴുവനാക്കാതെ പോലട്ടോ. എവിടെ അൻവറായി? അന്നൊന്ന് കാലത്ത് കണ്ടില്ലടാ. ഒന്നും പറയണ്ട മച്ചു. ഈ അറിയില്ലേ നമ്മളെ ഖത്തറിലുള്ള മജിദാക്കാന്റെ പെണ്ണുങ്ങൾ ജാസ്മിൻ താത്ത? ഞാനിങ്ങനെ ഇടവഴി കൂടെ ഇങ്ങനെ പോരുമ്പോ 36 മുന്നിൽ നിക്കണ്. ആര്? നമ്മളെ ജാസ്മിൻ താത്തേ. മൂപ്പത്തിന്റെ വീട്ടിലെ ഗ്യാസ് തീർന്നു പറഞ്ഞ് ഇന്നോടൊരു കുറ്റി ഗ്യാസ് ഇട്ടോണ്ടിരാൻ പറഞ്ഞു. 36 പറഞ്ഞ ഞമ്മളങ്ങനെ കേക്കാതിരിക്കണ്ട അളിയാ. എന്റെ ഒരു ഭാഗ്യം. അല്ല മജീദാക്കാന്റെ ഗ്യാസ് പോവോ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല അബ്ദുള്ളാക്ക, മോൾക്ക് ഇപ്പൊ 18, 19 ആയില്ലേ? കല്യാണം ഒന്നും നോക്കണില്ലേ? ഞാൻ ചോദിക്കാൻ കാരണം ഞമ്മളെ കയ്യില് 1-2 നല്ല കേസുണ്ട്.
ഒന്നാണ്ട് ആഞ്ഞു പിടിച്ചാല് ഞമ്മക്കത് കണ്ട് നടത്താം. കെട്ടിച്ച് കൊടുക്കാൻ പൂതില്ലാഞ്ഞിട്ടൊന്നുമല്ല. പെൺകുട്ടികളുള്ള ഏത് തന്താർക്ക മക്കളെ കെട്ടിച്ചു വിടാൻ പൂതില്ലാത്ത? പിന്നെ പൂതി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, കായും കൂടി വേണ്ടേ? എന്താ നിങ്ങൾ ഈ പറയണ്ട്? ഒരു പെൺകുട്ടിയെ നിങ്ങൾക്കുള്ളൂ, പോരാത്തിന് നയിച്ചോണ്ടാവും ഒന്നിനാത്രം ഒന്നൊരു ചെക്കനും. എന്നിട്ട് അങ്ങനത്തെ കാര്യമില്ലാത്ത പള്ളിയിലെ കാര്യം അള്ളാഹ്ക്കറിയാന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. ഇന്റെ ചെക്കനുള്ളോ ഇല്ലാത്തോ കണക്കാ. ഓട്ടം നിന്ന് പോയ വണ്ടിന്റെ പഞ്ചർ ഒട്ടിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം എന്റെ കുടുംബം ഒട്ടിയത്. ഇനി ഞാൻ എന്നാണ് പഞ്ചറാവാന്ന് അള്ളാഹ്ക്കറിയാം. ഒക്കെ നേരെയാവും. ഉമ്മയും വാപ്പിയും പെങ്ങളും വേണം തോന്നുന്നൊരു കാലം ഓനക്ക് വരും. എന്താ ഞാൻ പോട്ടെ? ശരി. ഉസ്മാനെ ഈ ഒരു 80 ഉറുപ്പിക ഉണ്ട്. ഡെയ്യും ഫേഷനും ചെയ്തിട്ട് കായങ്ങക്ക് അങ്ങട്ടാ. അത് ചിലപ്പോ ഉസ്മാൻ ചെയ്ത് പഠിക്കണോണ്ടാവും. അതൊന്നല്ലടാ വാൽമാക്രെ. ഇന്നത്തെ കുറിന്റെ 100, ഇന്നലത്തെ കുറിന്റെ 100 കൂട്ടി 200, അതില് ഫേഷ്യലിങ്ങിനും ഡേക്കും കൂടി 100. 12 ഉറുപ്പിക ഷേവിങ്ങിന്, കഴിച്ച് 88 ഉറുപ്പിക. പഴയ വണ്ടിക്ക് പുതിയ പെയിന്റ് അടിച്ചാലേ എഞ്ചിൻ മാറുന്നല്ലോ എന്റെ മൂസാക്ക. ഞാനൊരു സുന്ദരനല്ലേ അബ്ദുള്ളാക്ക? വയസ്സുകാലത്ത് മുടി കറുപ്പിച്ച് നടക്ക മൂപ്പരൊരു കാര്യം. നറുക്ക് തീരാറല്ലേ മൂസ? അതിന് നിങ്ങൾക്കിപ്പോ ഇത് തീരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിന്റെ മുമ്പത്തെ 2-3 നറുക്ക് നിങ്ങൾക്ക് കിട്ടിയതല്ലേ? അപ്പോഴൊക്കെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. ലാസ്റ്റത്ത് മതി നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? എന്റെ ആകെയുള്ള സമ്പാദ്യ അന്റെ അടുത്തുള്ള ഈ പൈസ. മോളെ കല്യാണക്കാര്യത്തിന് എടുക്കാന്ന് വെച്ചിട്ടാ ഞാൻ അത് വാങ്ങാത്ത. ഇപ്പൊ കല്യാണക്കാര് ഏതാണ്ടൊക്കെ വരുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ആയിട്ടല്ല, ഇനി ബാക്കി അങ്ങോട്ട് നോക്കിയാ മതിയല്ലോ. പൈസക്ക് പണ്ടൊരു വഴി. അതാ വരുന്ന നിങ്ങളെ പഹയൻ. അൻവറേ ഇങ്ങോട്ട് വന്ന അബ്ദുള്ളാക്ക, ഞാൻ പോയിട്ട് വരാം. വെറുതെ കറങ്ങി നടക്കാണ്ട ടയറൊന്നും അയച്ചാ നേരെ പോലത്തെ ഇസ്തിരിട്ട് ഇറങ്ങും സാഹിബ്. ട്രിപ്പ് കഴിഞ്ഞാലേ ആ തവക്കൽ ബസ് ഇപ്പൊ കൊണ്ട് വരും. അപ്പോഴത്തേന് കൊടുക്കേണ്ടതാ. ഉരുട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെങ്കിലും വന്ന് എന്തെങ്കിലും അതെങ്കിലും വലിയൊരു കാര്യമാവും. അതിന് ആളെ കണ്ടു കിട്ടണ്ടേ. അയ്യടാ എന്താ ഈ കാണണേ? ഈടാ എന്നോട് ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഇതേനെ വരണ്ട സിനിമാന്റെ അപ്പുറത്ത് കൂടി പോവാന്ന്. ഓ ഇങ്ങനെ ടയർ അയക്കാ? ഈ ഒന്ന് കഴിച്ചത് എന്നാ ഇയാണ് മാറിക്ക്, ഞാൻ അയച്ചു കാണിച്ചു. മച്ചു അങ്ങനെ ഇന്നത്തെ കാര്യം ഓക്കെ. ആരെ ട്യൂബാണാവോ? ബാപ്പ ചായ കുടിക്കാൻ പോയ ഗ്യാപ്പിനെ അടിച്ചു മാറ്റിയ ട്യൂബാ. എന്തായാലും ഇതൊരു 1.5 ട്യൂബാളിയാ. നോക്കേ, ഒരൊറ്റ പഞ്ചറുള്ളൂന്നാ തോന്നുന്നു. ഈ ഇത് ഷർഫ് ഖാന്റെ കടയിൽ കൊണ്ടേ കൊടുത്ത് വേഗം പൈസ വാങ്ങി വാ. ആയിക്കോട്ടെ. ഇന്നെ കണ്ടാലേ ഞാനിത് ഉപ്പാന്റെ കടയിൽ നിന്ന് അടിച്ചു മാറ്റിയാന്ന് മൂപ്പർക്ക് മനസ്സിലാവും. തൽക്കാലം ഈ പോയാ മതി. ആയിക്കോട്ടെ, ഞാൻ ആ പാലത്തിന്റെ അവിടെ ഉണ്ടാവും. ഓക്കെ. പോയി നോക്കിയാലോ. ഹംസമാപ്പിള കുളിക്കാൻ വന്നപ്പോ അറബി സോപ്പിന്റെ വാസന. ഒന്നും കൂടി നോക്കിയാലോ. ഇവനിത് എവിടെ പോയി കിടക്കുക? ഒരു കാര്യത്തിന് പറഞ്ഞാൽ അവനെ കാണൂല. ആ പൈസ കിട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാ. ഓനോ വേമ്പാ
നടക്ക് പോയുക ഓരോ കെണിണ്ടാക്കണ് ഓനെ പറഞ്ഞ നിന്നെ പറഞ്ഞാ മതി ചങ്കിലെ കെട്ടൊന്ന് അയച്ചേരി ശ്വാസം കിട്ടണില്ല. ആകെ നീർക്കൊണ്ടത്ര വലിപ്പുള്ളൂ എന്നിട്ട് കയ്യിലിരിപ്പ് കണ്ടില്ലേ? അളിയാ അൻവറേ, എന്താടാ എന്താ പറ്റിയേ? ഞാനൊന്ന് കുളിക്കാൻ ഇറങ്ങിയ. അത് ശരി, ഈ നാട്ടില് പുഴയിലിറങ്ങി കുളിച്ചാല് മരത്തിൽ പിടിച്ച് കെട്ടിട്ടില്ല. ഇത് എവിടുത്തെ ന്യായ? കുളിക്ക മാത്രല്ലോ ചെയ്തത്, ബാക്കി കൂടി ചോദിച്ചോക്കോനോട്. എന്താടാ കാട്ടിയേ? ഓന്റെ തല കണ്ടപ്പോ അതിനകത്ത് അന്യം കൂടി ഞങ്ങള് പ്രതീക്ഷിച്ചു. ഞാനാ ടൈപ്പല്ല. പറ്റിയതോ പറ്റി, ഇന്നത്തേക്ക് ഓനൊന്ന് ഒഴിവാക്കി തരണം. ഇനി മേലിൽ ഇത് ആവർത്തിക്കൂല. ഇനി മേലിൽ സത്യമായിട്ട് ഞാൻ കുളിക്കാനല്ല. ഇന്നത്തേക്ക് ഞങ്ങൾ വെറുതെ വിട്ടു. ഇനി ഈ ഭാഗത്ത് രണ്ടിനും കണ്ടുപോയത്. അതുണ്ടാവൂല. വേണമെങ്കിൽ അയച്ചോണ്ടേക്കോടാ. ഇത് കുളിച്ചും കണ്ടില്ല. 1.5 മണിക്കൂറായി അന്യം കാത്ത ഞാൻ അവിടെ വെയിലുണ്ടിക്കണ്. അതിനാ ഇന്നലെ തൊട്ട് ഞാൻ എന്നെ തെരഞ്ഞെടുക്കുന്നുണ്ട്. എന്താ എന്താ ഇവിടെ ഒച്ച കേട്ടത്? ഞാൻ അന്റെ മോനൊന്ന് കൊടുത്തതാ. എന്റെ റബ്ബേ, അന്റെ മോൻ കാട്ടിയ പണി എന്താന്ന് നിനക്കറിയോ? എന്താടാ? എനിക്കൊന്നും അറിയില്ലമ്മ. ഞാൻ പറഞ്ഞേരടി, കടയിൽ അയച്ച മൊയ്തീനാജിന്റെ വണ്ടിന്റെ ട്യൂബ് കാണാനില്ല. അതിന് ഓനെന്ത് കഴിച്ചു? ഇന്നലെ ഓനിന്റെ ഒന്ന് സഹായിച്ച്, അതുകൊണ്ട് ആ ട്യൂബ് അങ്ങോട്ട് പോയി കിട്ടി. 500 രൂപ വിലയുള്ള ട്യൂബാ. 500 രൂപ ഉണ്ടാക്കണമെങ്കിലേ ഞാൻ 2 ദിവസം നയിക്കണം. അതും പോരാത്തതിനെ നാട്ടുകാരൊക്കെ പിടിച്ച് മരത്തുപോലും കെട്ടിട്ട്. അതിന്നൊന്നല്ല, ശുക്കൂറിനെയാ. എന്തിനാ ഓനെ കെട്ടിട്ടത്? കുടുംബത്തിൽ വന്ന് പറയാൻ പറ്റുന്ന കാര്യല്ല. അവസാനമായിട്ട് പറയാണ് ഞാൻ, സ്വന്തം പല്ലിടെ കുത്തി മറ്റുള്ളവരെ മണപ്പിക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? എന്തൊക്കെ തെമ്മാടിത്തരാടാ നീ ചെയ്യണത്? എല്ലാത്തിനും നിന്റെ ഭാഗം പറഞ്ഞ ആളാ ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? നീ എന്റെ വയറ്റിൽ പിറന്നുകൊണ്ട്, ഞാൻ നിന്റെ പെറ്റ തള്ളയതുകൊണ്ട്. എന്റെ പ്രായത്തിലുള്ള കുട്ടികള് നയിച്ചു കുടുംബം നോക്കുന്നുണ്ട്. ഈ നയിച്ച പൈസ കൊണ്ട് ഒരു കയ്യില് വെള്ളം കുടിക്കാൻ എന്നാടാ ഞങ്ങൾക്ക് കഴിയ? 5-6 കൊല്ലം കൊണ്ടേ ഞാനൊരു സൽമാൻ ഖാൻ ആക്കും. ആളിയ എനിക്ക് സൽമാൻ ഖാൻ എന്നാവണ്ട, ആ ഫോട്ടോ കാണ പോലെങ്കിലും ചിന്നൊന്ന് ആക്കി തരൂ. എന്താ ഒരുമാതിരി മരിച്ച പെരയിലൊന്നമാതിരി? ആകെ പ്രശ്നമായിരിക്കാളിയാ വീട്ടില്. പ്രശ്നങ്ങളൊക്കെ ഇയാനുണ്ടാക്കണല്ലേ. ഇന്നിപ്പോ എന്താ എടുത്ത് പറയാൻ മാത്രമുള്ള പ്രശ്നം? കടേന്ന് ട്യൂബ് അടിച്ച് മാറ്റിയത് ബാപ്പ അറിഞ്ഞു. അളിയ മറ്റേ കാര്യം അറിഞ്ഞാ? എല്ലാം അറിഞ്ഞു. എന്നിട്ട് എന്റെ ബാപ്പ എന്താ പറഞ്ഞേ? ബാപ്പ മാത്രല്ല, ഉമ്മയും കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവസാനം ഉമ്മാന്റെ കണ്ണ് നിറഞ്ഞു. എങ്ങനെ കരാതിരിക്കും? അമ്മാരി തെമ്മാടത്തിനെ കണ്ടാളും ചെയ്ത് എന്തോ ഉമ്മാന്റെ കരച്ചിലും ഉപ്പാന്റെ ശാപവും മടുത്തടാ. എല്ലാ കളികളും അവസാനിപ്പിക്കണം. അളി ഈ നടക്കണ വല്ലുണ്ടായി പറയും. നന്നാവണമെന്ന് മനസ്സിലുണ്ട്, എന്താ പറയാ പറ്റണില്ല. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട്. ഈ അജമാംസ രസായനം 1 വീതം 3 നേരം വാങ്ങി കഴിച്ചോക്ക്, ചെലപ്പോ നന്നാവും. തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഓന്റെ ഒരു വളിച്ച കോമഡി. എടാ ഞാൻ എന്റെ സ്വഭാവം നന്നാക്കണ കാര്യ പറഞ്ഞേ. അത് നന്നാവും ഒരിക്കലും കരുതണ്ട. ഇനി നന്നാ വിചാരിച്ചാൽ തന്നെ ഈ നാട്ടുകാരനെ സമ്മതിക്കൂല. ഈ നാട്ടുകാർ അനക്കിട്ട് പേരിച്ച് മറന്നോ? പഹയൻ, വെറും പഹയനല്ല, ഒടുക്കത്തെ പഹയൻ. എടാ എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ? എനിക്ക് വേർപ്പിന്റെ അസുഖമുള്ളോണ്ടേ പണിക്ക് പോവാൻ പറ്റൂല. ഈ നിലക്ക് പോവാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താവുന്ന ഉറപ്പാ. അനക്കെന്റെ ബാപ്പനെ സഹായിച്ചുടങ്ങായി. ഏയ് അത് ശരിയാവില്ല, വേറെന്തെങ്കിലും നോക്കാം. പിന്നെ ഈ മരുന്ന് 4 നേരം കഴിക്കാം. ഈ തൈലം വേദനയുള്ള ഭാഗത്തൊക്കെ പുരട്ടുക. പിന്നെ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഒന്ന് നോക്കാം. ആയിക്കോട്ടെ. സാജിദ, സാജിദ. അല്ല ഗുരുക്കളെ, വരവ് അടുത്താഴ്ച തന്നെ ആക്കണോ? ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഇടക്കിടക്കൊന്ന് വന്നോട്ടെ. എന്റെ അസുഖം എനിക്ക് മനസ്സിലായി. ഇതിനുള്ള ചികിത്സ വിടല്ലോ, വിട്ടോ. വരണ്ടല്ലേ. ഒരു ഗ്ലാസ് ചായ ഉണ്ട് എടുത്ത. ചായ എടുക്ക. ഇന്നത്തെ സാധനങ്ങളൊന്നും നിങ്ങൾ എടുത്തുന്നില്ലല്ലോ. ഓ ഞാനതങ്ങോട്ട് മറന്നു. ഇക്കാക്കന്റെ ബേബി ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വന്നാണേ. വാ വാ.
ഗ്രാം 25 ചായപ്പൊടി. ഇനിയിപ്പോ പഞ്ചാര 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 പഞ്ചാര. 50 പഞ്ചസാര. പഞ്ചസാര ഒരു 100 ആക്കി കൂടെ നിങ്ങക്ക്. എനിക്ക് ഷുഗറാണ്, മധുരം ഞാൻ കൂട്ടൂല. അനക്ക് രാവിലെക്കും വൈകുന്നേരത്തിനും 50 പോരെ. ഓ ഇങ്ങടൊരു കാര്യം, ഇങ്ങള് നാളത്തേക്ക് ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ട് എത്തുന്നാളെയും മനുഷ്യൻ രാവിലെ വെള്ളം തിളപ്പിച്ച് ഇങ്ങളെയും കാത്തിരിക്കുക അരിയിടാൻ. അന്നാന്നുള്ളത് അന്നാന്ന്, നാളേക്കുള്ളത് നാളെ. അതാണ് ഈ മൊയ്തീൻ കുരുക്കള്. എന്തൊക്കെ റഷീദ വാപ്പന്റെ വർത്താനം? അസുഖമൊന്നുമില്ലല്ലോ? പ്രഷറും പ്രമേയമൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഡോക്ടർ തന്ന മരുന്ന് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് മാസാമാസം ചെക്കപ്പും ഉണ്ട്. ആഹാ, അന്റെ ബാപ്പി ഞാനും ഒരുമിച്ച് പഠിച്ചതാ. അന്റെ വല്യാപ്പാക്ക് മുമ്പ് മരമില്ലുള്ളോണ്ട് ഓ മരക്കച്ചവടക്കാരനായി. അന്ന് ഈ പഞ്ചരകട നടത്തിയിരുന്ന സലാം ഖാന്റെ കൂടെ പണിക്കാരനായിരുന്നു ഞാന്. ഒക്കെ ബാപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ കടയിൽ പണിയെടുത്ത് പഠിക്കാൻ പോയതും അവസാനം സലാംകി കടങ്ങൾക്ക് തന്നതൊക്കെ. ഇപ്രാവശ്യത്തെ നടക്ക ഇങ്ങക്ക് വീണ് കേട്ടാ. ഇനി അത് അവസാനത്ത് പറഞ്ഞു മാറ്റി വെക്കണ്ട. ഏതായാലും ആവശ്യമുള്ള ടൈമിൽ നിങ്ങൾക്ക് കിട്ടിയാലോ. അൽഹംദുലില്ലാ, എന്തായാലും കൂലി കിട്ടിയല്ലോ. ഒരാഴ്ച കൊണ്ട് പൈസ ഞാനിവിടെ എത്തിക്കും. ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പൈസ ഒക്കെ പിരിച്ച് എന്റെ അടുത്ത് തന്നെ നിന്നോട്ടെ. ആവശ്യം വരുമ്പോ ഞാൻ എന്റെ അടുത്ത് വാങ്ങിച്ചോളാം. കയ്യിൽ വെച്ചാ ചെലവായി പോയേ. ഓരോരുത്തരും വന്ന് കണ്ടു പോണുണ്ട്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും, അപ്പൊ ഞാൻ മേടിച്ചോളാ. അൽഹംദുലില്ലാ, ശുക്ർ. അല്ല, മോളെ കല്യാണത്തിന് കൂടെ നമ്മളെ പഹയന്റെ കല്യാണം കൂടി നടത്തിക്കൂടെ? അതും കൂടി ഇപ്പൊ നടത്തി കൊടുത്താലേ ഓന്റെ പെണ്ണിനും കൂടി ഞാൻ നോക്കേണ്ടി വരും. ആ, നല്ലൊരു പണിയൊക്കെ ആവട്ടെ. അല്ല, പാപ്പാട് പറഞ്ഞ് മില്ലിലൊരു പണി ശരിയാക്കി കൊടുത്താലോ? അതൊക്കെ ഞാൻ ശരിയാക്കിയതാ. മൂപ്പർക്ക് അതൊന്നും പറ്റണില്ല. ആ, കുറച്ച് കഴിയുമ്പോ അതൊക്കെ മനസ്സിലായിക്കോളും. എത്രയായി? നാണു, കടുപ്പത്തിലൊരു ചായ അടിക്കണ്ട. അല്ല, കൊറേ കാലായല്ലോ അബ്ദുള്ള കണ്ടിട്ട്. അല്ല, അന്റെ നടുവേദനയൊക്കെ ശരിയായോ? ശരിയായെന്ന് പറയാൻ മാത്രം ആയിട്ടില്ല. വാളഞ്ച് കുത്തിയുള്ള പണിയല്ലേ. അതൊക്കെ പോട്ടെ. എന്തൊക്കെ ഉണ്ട് വർത്താനം കുറിക്കണം? അങ്ങനെ പോണു, അൽഹംദുലില്ലാ. അല്ല, ഇപ്പൊ ഉയിച്ചലും കൈ പിടിക്കലൊക്കെ തുടങ്ങിയിട്ടില്ലേ? ആ, ഈ ജോയി പോലെ ഒന്ന് അങ്ങോട്ട് പാ. അന്റെ ഊരൊക്കെ പറ്റിയൊരു ചവിട്ടി വീച്ചിലുണ്ടാവും. അല്ല, അന്റെ ചെറുക്കന് ഇപ്പൊ എന്താ പണി? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓനങ്ങനെ തെക്കും പടക്കും നടക്കല. മഹാ കുരുത്തക്കടാ. ഓ ഞമ്മളെ നാട്ടിലെ പഹേനല്ലേന്ന്, ഒടുക്കത്തെ പഹേൻ. ഓനങ്ങനെ പഹനാക്കി വിട്ടാ ശരിയാവൂല. ഞാൻ എന്ത് കാട്ടാൻ എന്റെ കുരുക്കളെ? ഒരുപാട് പണിക്ക് ഞാൻ കൊണ്ടേയാക്കി. അവസാനം അതൊക്കെ എനിക്കൊരു പണിയായി. അങ്ങനെയാണെങ്കിൽ ഇജ്ജ് ഒരു കാര്യം ചെയ്യും, ഓൻ എന്റെ അടുത്തേക്കാണ് പറഞ്ഞേക്കെ. എനിക്ക് ഏതായാലും മരുന്നുണ്ടാക്കാനും കീ പിടിക്കാനും ഒരു സഹായി വേണം. ഓനൊരു കോലത്തിലാക്കുന്ന കാര്യം ഞാൻ നിങ്ങളൊരു കോലാവാണ്ടിരുന്നാ മതി. ഓനെ പോലത്തെ ഒരുപാട് പഹയന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങളൊക്കെ കൂടിയാ ഓനെ പഹയനാക്കിയത്. അതോ സമ്മതിക്കുമെന്ന എന്റെ പേടി. ആ കാര്യമൊക്കെ ജനിക്ക് വിടും. ഈ ജോനൊന്നാണ് പറഞ്ഞേച്ചെന്നാ മതി. എന്നാലേ അത് നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും. എന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥന എന്നും നിങ്ങൾക്ക് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ആരടെ നെട്ടിക്കണ്? ഈ എന്താണ് കുറിച്ച് വിചാരിച്ചു? ചേറ്റ ഉസ്മാനെ, ഉസ്മാനെ, ഉസ്മാനെ ഈ അറിഞ്ഞാ? അറിഞ്ഞറിഞ്ഞ് അന്നൂർ മണിക്ക് പോയതല്ലേ? അതെങ്ങനെ ഈ അറിഞ്ഞ്? അല്ലളിയാ, എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ആ, വെറുതെ അല്ല, പുകമ്പഴം പുകമ്പഴം. എന്താടാ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? ഓന്റെ പുന്നാന സുക്കൂറെ, ആ ചെക്കൻ എങ്ങനെ നയിച്ചു നിന്നോട്ടെ. ഈ അതും പറഞ്ഞ് ആ പണി കൂടി കളയാൻ നിക്കല്ലേ? ഓ, അന്റെ ഡയലോഗ് കേട്ടാ തോന്നൂല്ലോ ഞാനാ ഓനക്ക് വരുന്ന പണിന്നൊക്കെ ഓനെ ചാടിച്ചോണ്ടിരുന്നേന്ന്. അന്റെ കണ്ണിയെ കുത്തിപ്പൊട്ടി കിടക്കുതരെ. എന്താ അംശം? ഇഴ കൂടി തന്നെ വഷളാക്കുന്നത്. എടാ ഉപ്പി ഉമ്മയൊക്കെ കണ്ണീരിന്റെ ഫലടാ അവന്റെ ഈ മനമാറ്റം. അത് കണ്ണീരിന്റെ ഫലമൊന്നല്ല മോനെ. ഇതാ ഒരു സ്ട്രോങ് ചായ. എടാ അത് ഉസ്മാനുള്ളതാ. ഇവിടെ മുടി വെട്ടണതിന്റെ ഇടയിൽ ചായ കുടിക്കാൻ നേരല്ല. എന്നിട്ടല്ലേ ഇപ്പൊ കടി.
അല്ല പഹയൻ പണിക്ക് കേറിയില്ലേ? ഇപ്പൊ ഗുരുക്കള ശിഷ്യനാ. എത്ര കാലം ഉണ്ടാന്ന് കണ്ടറിയണം. പഹയൻ പോയപ്പോഴേ വഴിയാധാരായ ചിലരെ കണ്ടുവിടെ. അതെ, നിങ്ങൾ ആർക്കിട്ടിട്ടാ താങ്ങണെന്ന് എനിക്ക് മനസ്സിലായി. ഏഷണിക്കും പരദൂഷണത്തിനും കയ്യും കാലും വെക്കുക, എന്നിട്ട് ഞാനൊന്നൊരു പേരും സീസി അടഞ്ഞ് തീരാറായില്ല മനുഷ്യ. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഒന്ന് നിർത്തിക്കൂടത്. അതിന് ഈ എന്തിനാ എന്റെ വെക്കിട്ട് കയറുന്നത്? ഞാൻ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓ, ഞാനും തിന്നണ ചോറ് തന്നെ. നാണല്ലാത്തവന്റെ പേരും നാണു. അളിയോ അളിയോ, എന്നാലും ഇതെങ്ങനെ ഒപ്പിച്ചളിയാ? എന്നാലൊരു വാക്കെങ്കിലും എനിക്ക് എന്നോട് പറയായിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ അന്നോട് അഭിപ്രായം ചോദിച്ചാ ഒരു കാര്യം ഈ ജന്മത്തിൽ നടക്കൂല. എന്താന്നറിയില്ല മച്ചു, പണിക്ക് കയറി അന്ന് തൊട്ട് മനസ്സിന് വല്ലാത്തൊരു കുളിരും ഉണ്ടാവും. അനക്ക് തണുപ്പും കുളിരൊക്കെ ഉണ്ടാവും. അന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. അനക്കാ ഒരു ചിന്ത മാത്രല്ലേ ഉള്ളൂ. എടാ മച്ചു, ഈ വിചാരിക്കണ പോലെ നല്ല കാര്യങ്ങള് ഗുരുക്കൾ ആള് നല്ല സ്ട്രോങ്ങാ. അവിടുന്ന് അനങ്ങാൻ സമ്മതിക്കൂല. എന്റെ അല്ലാ, നേരം വഴുകി. ഇനി അതിനായിരിക്കും ചീത്ത പറയാ. എന്നാ ഞാൻ പോട്ടെ. സ്മരേ ഗുരുക്കളെ. അല്ല ഗുരുക്കളെന്തേ? മൂപ്പര് കാലത്താര് വിളിച്ചോണ്ട് പോയി. ഈ വന്നാല് ബ്രഹ്മി പറിച്ച് ചെളി കളയാ മൂപ്പര് പറഞ്ഞു. ബ്രഹ്മി എവിടെ വെച്ചിരിക്കണേ? ദാ ഇവിടെ. അതിനു മുമ്പ് ഈക്കൊരു ഉപകാരം ചെയ്യോ? എന്തേ? അതെ, മൂപ്പര് പ്രത്യേക സ്വഭാവക്കാരനാ. ചോറ് വെക്കാനുള്ള അരിയുടെ തരാതാണ് മൂപ്പര് പോയത്. അരി കിട്ടണമെങ്കിൽ റൂം തുറക്കണം. നിങ്ങൾ അടുക്കളയും ബെഡ്റൂമും ഒരു സ്ഥലത്താ? അരിയും മറ്റു സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് മൂപ്പരുടെ റൂമിലാ. അതും പൂട്ടി ചാവിയും കൊണ്ടാ മൂപ്പര് പോയത്. ഈ അതെങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു തരണം. വാ. ദാ. ഇവിടെ നഖം വെട്ടണ കട്ടറുണ്ടോ? ഇപ്പൊ കൊണ്ടുവരാം. നല്ല പരിചയാണല്ലോ. അതെ, വീട്ടില് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പൈസ അല്ലാണ്ടാവുമ്പോ ഉപ്പാന്റെ അലമാറ ദേമാരിയ തുറക്ക. അല്ല, നിങ്ങൾക്ക് എന്താ പലർക്കിന്റെ കച്ചവടം ഉണ്ടോ? കച്ചവടമൊന്നുമില്ല. ഈ ഇതല്ലേ കണ്ടുള്ളൂ. മൂപ്പര് സ്വഭാവം ഇങ്ങനെ അന്നേക്കുള്ള സാധനങ്ങള് ത്രാസിലളന്ന് തൂക്കിയ അടുക്കളയ്ക്ക് തരാറ്. അതെന്താ അങ്ങനെ? ഇന്നെ കാണാൻ എന്റെ വീട്ടുകാരി വരാറുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോവാനാ ഓര് വരുന്ന മൂപ്പരുടെ വിചാരം. അതിനെ ഈ കാണിച്ചു കൂട്ടണൊക്കെ. അല്ല, നിങ്ങൾ എങ്ങനെ മൂപ്പരെ സഹിക്കണേ? സഹിച്ചല്ലേ പറ്റൂ. എന്റെ കെട്ടിയോനല്ലേ. പിന്നെ ജീവിതം എന്നൊക്കെ പറഞ്ഞ അതൊരു ഭാഗ്യ. ഞാനത് ശീലിച്ചു പോയി. നിങ്ങൾ വീട്ടിൽ പോവല്ലേ? മൂപ്പരെന്നെ അങ്ങനെയൊന്നും പറഞ്ഞേക്കൂല. ഒരൊറ്റപ്പെട്ട അവസ്ഥ എനിക്കിവിടെ. അല്ല, നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? 10 കൊല്ലായി. കുട്ടികളൊന്നും ആയില്ല? അതാണ് എന്റെ ഏറ്റവും വലിയ പരാജയം. ഒരു കുട്ടി ഉണ്ടാവാനുള്ള ഭാഗ്യം പഠിച്ച നിങ്ങൾക്ക് തന്നിട്ടില്ല. ഒരുപാട് നേർച്ചകൾ നടത്തി, ഒരുപാട് ചികിത്സകളും. കുഴപ്പം എനിക്കെന്ന ഡോക്ടർ പറഞ്ഞത്. അപ്പോ ചികിത്സ കൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ലല്ലേ? ഓരോ പ്രാവശ്യം ഡോക്ടർ അടുത്ത് പോകുമ്പോഴും ശരിയാവും ശരിയാവുന്ന ഡോക്ടർ പറയണേ. എന്റെ പ്രതീക്ഷയൊക്കെ പോയി. സത്യം പറഞ്ഞ നിങ്ങളെ മുഖം കണ്ട ഇത്രയും ദുഃഖം ഉള്ളിലൊതുക്കി നടക്കുന്ന ആളാന്ന് പറയില്ല. സംസാരിച്ചിരുന്ന് എന്റെ പണി മറന്ന് ഞാൻ ചെല്ലട്ടെ. ദാ മോളെ റസിയ, കുറച്ച് വെള്ളം കൊണ്ടെടുത്തോ. കൊണ്ടുവരണപ്പാ. എന്തേ മോളെ അമ്മ? ഇന്ന് രാവിലെ മീനൊന്നും കിട്ടിയില്ല. ഇപ്പഴാ കിട്ടിയത്. ഉമ്മ അത് പൊരിക്കണ തിരക്കില്ല. അല്ല, അൻവർ വന്നില്ലേ? ഇല്ല. നിങ്ങള് വന്നാ? അല്ല, ഞാൻ ചോദിക്കേനു അൻവർ വന്നില്ലേന്ന്. അത് ശരി. ആരാന്റെ പണിക്ക് പോയതല്ലേ? എന്നും ഉച്ചക്ക് വരാൻ പറ്റുമോ? വെറുതെ നടക്കണമെന്ന് നട്ട പാതിരിക്ക് അച്ചക്കൻ കേറി വരാം. അന്നൊന്നും ഇല്ലാത്തൊരു ബേജാറ്. എന്ത് പണിയൊക്കെയാണാവോ ചെയ്ത് ശീലല്ലാത്തല്ലേ? അതൊക്കെ ശീലായിക്കോളും. ഓൻ പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്നാലും വല്ലാത്തൊരു സുഖം. വർഷങ്ങളായി നെഞ്ഞിലുള്ള ഭാരം ഇറക്കി വെച്ചതുപോലെ, ഞാൻ വിചാരിച്ചതുപോലെ നന്നാവുന്നൊരു തോന്നല്.
നിങ്ങൾ ഓനെ തള്ളി പറഞ്ഞപ്പോഴും എന്റെ മനസ്സ് പറഞ്ഞിരുന്നു ഓൻ നന്നാവുന്നു. എന്തായാലും നമ്മുടെ പ്രാർത്ഥന പടച്ചോൻ കേട്ടു. ദേഷ്യം വരുമ്പോ ഞാൻ ഓനോട് ഓരോന്ന് പറയുന്നുള്ളൂ, അല്ലാതെ എന്റെ മനസ്സിനുള്ളിൽ ഒന്നുമില്ല റുക്കിയ. എന്നോട് വെറുപ്പുണ്ടാവോന്? ഓന് ചോറ് കൊടുക്കട്ടെ. ഉമ്മ വേം വരി. ഓ കാണില്ലല്ലോ ഇവതെവിടെ? എന്താടാ പോടാ, ഒരു കാര്യം പറയാം. ഗുരുക്കളുണ്ട് അവിടെ. പോടാ അവിടുന്ന്. ഒന്ന് വാടാ. അന്നെ കണ്ട ആകെ കുളവും. എന്താടാ എന്തേ? എടാ നമ്മളെ താത്ത എവിടെ? ഏ? നമ്മളെ താത്ത ഒറ്റൊന്ന് തന്നാ ഗുരുക്കളാത്തോണ്ട് പോടുന്നു. അഞ്ചു ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി എന്റെ പണി കൂടി പോകും. പോടുന്നു ചെല്ലി. എടാ അതല്ലടാ ഒരു അത്യാവശ്യം. എന്താണ്? ഇതൊരു പുകമഴ തന്നെ ട്ടാ. എടാ അതല്ലടാ ഞാൻ പറഞ്ഞത്. വൈകുന്നേരം അങ്ങോട്ട് പോയ പാലത്തിന്റെ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരാം. പോടുന്നു. മനുഷ്യൻ അടങ്ങാറാകാം. എത്ര നേരടാ അന്നെ ഞാൻ ഇവിടെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ട്. ഞമ്മക്കിന്ന് രാത്രി ഒരിടം വരെ ഒന്ന് പോണം. ഈ എന്റെ കൂടെ ഒന്ന് വരണം. നിന്റെ സംസാരം കേട്ടിട്ട് ഉദ്ദേശം അത്ര നല്ലതല്ലല്ലോ. ഈ ആദ്യം കാര്യം പറയും, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം പോണോ വേണ്ടയോ. അളിയ പ്ലീസ്, അങ്ങാടിയിൽ ആ വാഴക്ക കച്ചവടം നടത്തുന്ന ജോസഫേട്ടന്റെ കയ്യിൽ നിന്ന് ഞാനൊരു 500 റുപ്യ വാങ്ങിയിട്ടുണ്ട്. മനസ്സിലായി, സംഗതി മനസ്സിലായി. അല്ല ഇതിന് മുമ്പ് നമ്മള് വാങ്ങിയിട്ടുണ്ടല്ലോ. ഉണ്ട്, അതിനൊക്കെ നമ്മള് കൊല വെട്ടി കൊണ്ടുപോയി കൊടുത്തും ചെയ്തിക്കണല്ലോ മൂപ്പർക്ക് വാഴക്കപ്പൊരി ഉണ്ടാക്കാനുണ്ട്. അതുപോലെ ഒരു കൊല വെട്ടി ഇപ്പോഴും ഞമ്മക്ക് കൊണ്ടുപോയി കൊടുത്താലോ? ഞമ്മക്കല്ല അനക്ക്. ഞാൻ ആ പണിയൊക്കെ നിർത്തി ഇനി ആരാന്റെ പറമ്പെന്ന് ഒരു കൊല ഞാൻ വെട്ടൂല. വേണ്ട, ഈ വെട്ടണ്ട. പിന്നെ ഞാൻ വെട്ടി തള്ളിയിട്ടേക്കണ്. പക്ഷെ എന്നെ കൊണ്ട് ഒറ്റക്ക് എടുക്കാൻ വയ്യ. നന്നായി പോയി. ഈ ആരോട് വെച്ചിട്ടാ വെട്ടിയേ? എന്നോട് വെച്ചിട്ടല്ലോ. ഈ വെട്ടേ കൊടുക്കേ എന്താ ചായ്ക്കോ? അത് ശരി, ഇപ്പൊ അങ്ങനൊക്കെ ആയല്ലേ? വേണ്ട, ഈ വരണ്ട. അനക്കും വേണ്ടി പല കാര്യങ്ങൾക്കും കൂട്ടുന്ന പറഞ്ഞാ ഞാന്. ഇപ്പൊ ഈ വലിയ പണിക്കാരനൊക്കെ ആയില്ലേ? എടാ അതൊന്നും അല്ല. എന്താണ് 500 റുപ്യന്റെ അത്യാവശ്യം? എന്റെ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാനുള്ള ദിവസമായിരുന്നടന്ന്. ഈ ഇപ്പൊ അതൊക്കെ മറന്നല്ലേ? എന്നാ അനക്ക് എന്നോടൊന്ന് ചോദിച്ചിടായിരുന്നു. അതിന് അന്റെ അടുത്ത് എവിടുന്ന പൈസ? ഇനിയിപ്പൊ പൈസ ഉണ്ടെങ്കിൽ തന്നെ അന്നൊന്ന് കാണണ്ടേ? അതുകൊണ്ടാണോ ഞാൻ വെട്ടിയത്. എടാ എനിക്ക് ഒറ്റക്ക് പൊന്തുന്നില്ലടാ. എന്തായാലും വെട്ടി പോയില്ലടാ. അതൊരു 1.5 കൊലയാളിയാ. പതുക്കെ പതുക്കെ പതുക്കെ. നല്ലേ ഒച്ചുണ്ടാക്കല്ലേ. നല്ല കൊലല്ലേ. ഒറ്റക്ക് പൊന്തൂല. പഹയൻ തന്നെ, ഒടുക്കത്തെ പഹയൻ. എന്താ അവിടെ കട്ടെ? നിങ്ങളെന്താ അവിടെ? സത്യം പറഞ്ഞോളി, സെറ്റപ്പ് അല്ലേ? അതൊന്നുമല്ല. പിന്നെന്താ ഖത്തറിലുള്ള മജീദിന്റെ പെണ്ണുങ്ങള് ജാസ്മിൻ താത്താന്റെ പേരിൽ ഈ നട്ടപ്പാതിരക്ക്? ആരോടും പറയരുത്. ഈ മൂസാക്കാക്ക് ഒരു തെറ്റ് പറ്റിപ്പോയതാ. അപ്പൊ എന്താണ് മുടി അർപ്പിക്കലും ഫേഷ്യലും ഒക്കെ അല്ലേ? ഒന്ന് പതുക്കെ തിരുമ്പുരുക്കളെ. പുറം കണ്ടിട്ട് 10-15 ആൾക്കാര് പെരുമാറിയ ലക്ഷണം ഉണ്ടല്ലോ. ആ നേരത്തെ ആളെ എണ്ണെടുക്കാനൊന്നും പറ്റിയില്ല ഗുരുക്കളെ. ഒരു അബദ്ധം പറ്റിപ്പോയി. അല്ല പഹയ, ഈ എങ്ങനെ ആ ബൈക്ക് എത്തി? ഞാൻ ഗുരുക്കളെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാ. നല്ല നിലാവുണ്ട്.
പെട്ടെന്ന് മുന്നിലൊരു രൂപം. ഞാനൊന്നും നോക്കിയില്ല, ഒരൊറ്റ പിടുത്തം. അപ്പോഴത്തേനും ആള് കൂടി. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മൂപ്പർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒരു കൊലകാട്ടിന് മൂപ്പർക്ക് എന്ത് കിട്ടാനടാ? അതിന്റെ തിന്നണോർക്കാ വെരി കൂടാന്നൊരു ചൊല്ലുണ്ട്. എനിക്ക് പോവാൻ നേരായി. ഗുരുക്കൾ അവിടെ കാത്തുണ്ടാവും. എന്നാലേ ഞാൻ പോട്ടെ. ഓക്കെ കാണാം. നല്ല കഴിച്ചിലായതാ. നീ ഇന്നെന്താ നേരം വൈകിയത്? ഇന്ന് അങ്ങാടിന്ന് മരുന്ന് കൊണ്ടേണ്ട ദിവസല്ലേ? തൽക്കാലം ഈ കീ ഒന്ന് വിളിച്ചു കൊടുത്താ. സാധ്യത ആ തീ കൊളത്തിയാതി തൈലാണ്ട് എടുത്തോ. ഇന്നെ തിരുമ്പണ്ട. നാട്ടുകാരെയും വീട്ടുകാരെയും മുമ്പില് ഇന്നെ കള്ളനാക്കില്ലേ? ഇല്ല, അന്നെ ഞാൻ വിടൂല. മൂസാക്ക, അപ്പൊ വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ? സാരല്ല. സത്യത്തിൽ ആ കൊല വെക്കാനല്ലേ ഇയാടെ വന്നത്? അവസാനം ഇന്നെ കള്ളനാക്കിയില്ലേ? അനുമറേ, ഈ അങ്ങാടി പോയി കണ്ടാ മരുന്നൊന്നും വാങ്ങിക്കൊടുന്ന. ഇനി മതി കീ പിടിച്ചത്. ഇനി വേദനയുള്ള ഭാഗത്തൊക്കെ ഇതാ ഈ തൈലം 3 നേരം പെരട്ടിയാ മതി. പഹയപ്പോ ഇവിടെ പണിയെടുക്കണില്ലേ? എന്തേ? അല്ല, ഓനൊക്കെ കൂടിയാണ് ഇനി കോലത്തിലാക്കിയത്. ഇനി കുപ്പി. ഏതായാലും വൈദ്യരുള്ള നന്നായി. വെരലിന്റെ മസിൽ പോയി എന്നാ തോന്നുന്നു. അവിടെ നിക്ക്. കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞു. എന്നാലും എനക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു. ഒന്നും പറയണ്ട എന്റെ അബ്ദുള്ളാക്ക, ഒരു അബദ്ധം പറ്റിപ്പോയി. നിങ്ങളെ മോൻ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കും ഞാൻ അറിഞ്ഞില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെ പറ്റി ഒന്നും വേദനിക്കണ്ട. ഇയാണെന്ന് അറിഞ്ഞിട്ട് ചെയ്തതാവൂലോന്ന്. ഓനോ? അല്ലെങ്കിൽ ഓനെ പറഞ്ഞിട്ട് കാര്യണ്ടോ? ആ സമയത്ത് ഞാനായാലും ചെയ്തു പോവും. എന്നാലും അബ്ദുള്ളാക്ക, ഓ വെറും പഹയനല്ല, ഒടുക്കത്തെ പഹയന. അതൊക്കെ പോട്ടെ, മകളെ കല്യാണക്കാരി എന്തായി? ഒന്നും ശരിയായിട്ടില്ല. പണ്ടവും പണവും ഇല്ലാത്ത പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ തന്താർക്ക് മോഹങ്ങൾ മനസ്സിൽ കബറെടുക്കാനേ പറ്റുള്ളൂ. പണ്ടത്തിന്റെയും പണത്തിന്റെയും കണക്കാ വരുന്നവരൊക്കെ നോക്കണത്. ഏതെങ്കിലുമൊക്കെ ഒന്ന് ശരിയാവുമായിരിക്കും. ഇൻഷാ അല്ലാഹ് വീതിണ്ടെങ്കിൽ വീണ്ടും കാണാം. ബാപ്പ വണ്ടിയാളെ പഞ്ചറടക്കണു, മോൻ ഞമ്മളെ പഞ്ചറാക്കണു. ഞാനേ ആ അഹമ്മദ് ഹാജിന്റെ അടുത്തേക്ക് ഒന്ന് പോവുക. അദ്ദേഹം ടാക്സ് അയച്ചിട്ടുണ്ട്. 2 ദിവസത്തെ തിരുമ്മലുണ്ടാവും, പിന്നെ ഒരു ഉഞ്ഞി മാങ്ങൽ. അപ്പോ ഇവരിവിടെ തനിച്ചല്ലേ? വൈകുന്നേരം അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ വരും, ഓര് നിന്നോളും. മരുന്നുണ്ടാക്കണ ലിസ്റ്റ് ഞാൻ ആ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് അതുപോലെ ചെയ്യണം. ആയിക്കോട്ടെ, പോവാ. അല്ല, സ്റ്റോർ റൂമിന്റെ ചാവി കൊണ്ടുപോയോ മൂപ്പര്? അല്ല, നല്ല കാര്യായി. ഓതുമ്പോൾ നിസ്കരിക്കുമ്പോഴും അരയിൽ വെക്കണ ആളാ. 2 ദിവസം സാധനങ്ങള് തൂക്കി തിട്ടപ്പെടുത്തി തന്നിട്ടാ മൂപ്പര് പോയത്. സത്യം പറഞ്ഞ നിങ്ങളെ കാണാൻ നല്ല മൊഞ്ച. നിങ്ങളെ മൂപ്പരും കണ്ട ബാപ്പി മോള് എന്നേ തോന്നു. പലരും അങ്ങനെ പറയാറുണ്ട്. അപ്പോ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ മൂപ്പരെ കണ്ടിട്ടില്ലേ? നല്ല ചേലായി. എന്റെ ബാപ്പാന്റെ സ്വഭാവം എന്ന് പറഞ്ഞ വെട്ടൊന്ന് തുണ്ടൻ 2 എന്നായിരുന്നു. ബാപ്പ പറയണതനുസരിക്കണം, അതാ രീതി. ബാപ്പ പറഞ്ഞു, കല്യാണം നടന്നു. പുതിയാപ്പിളിനെ ശരിക്കൊന്ന് കാണണെന്നെ മണിയറിൽ വെച്ച. അതൊക്കെ പോട്ടെ അൻവറെ, അനക്ക് കല്യാണം നോക്കണില്ലേ? നോക്കണം. ഒരു പെങ്ങളെ കെട്ടിക്കാണ്ട് അത് കഴിയട്ടെ. ഒപ്പം നടത്തണം എന്നാ ഉമ്മ പറയണത്. പറ്റിയൊരാളെ കിട്ടണ്ടേ? സമയം 8 കഴിഞ്ഞല്ലമ്മ. ഉപ്പ എന്തേ? സെയ്താലിന്റെ കൂടെ ഒരിടം വരെ പോയതാ. എങ്ങട്ടുമ്മ? ഇവൾക്ക് പറ്റിയ ഒരാളെ സെയ്താലി കൊണ്ടുവന്നിരിക്കണം. കേട്ടിട്ട് തരക്കേടൊന്നുമില്ല. ചെക്കന്റെ വീടും ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാ.
ഉമ്മ ഇപ്പൊ വരുന്നുണ്ട്. നീ അവിടെ ഇരുന്നോ? അല്ല, പോയ കാര്യം എന്തായി? ചെക്കനെയും കണ്ട് ഓന്റെ പോരെയും കണ്ട് ചുറ്റുപാടൊക്കെ ഒന്ന് കാണാൻ പോയതാ. അപ്പൊ ഓനെ തന്നെ നേരിട്ട് അങ്ങോട്ട് കണ്ട്. അതെങ്ങനെ നിങ്ങൾ പൊരേ കയറിയോ? ഇല്ല, പോരൊക്കെ പുറത്തുനിന്നാ കണ്ടത്. ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കി. തരക്കാടൊന്നുമില്ല. ഓൻ തിരുപ്പറയാർ റൂട്ടിലെ കണ്ടക്ടറാ. ഓടെ വായിക്ക് സ്റ്റാൻഡിൽ നിന്നാ ഓനെ കണ്ടത്. പിന്നെ ഓനോട് നാളെ ഇവളെ വന്ന് ഒന്ന് കാണാൻ ചെയ്താല് പറഞ്ഞിക്കണ്. ഓർക്ക് ഞമ്മളെ പറ്റെങ്കിലും നന്നായി. പിന്നെ കാര്യങ്ങളൊക്കെ നീ കേട്ടല്ലോ. ഓൻ വന്ന് പെണ്ണിനെ കണ്ട് പറ്റിയാല് പെട്ടെന്ന് നടത്തേണ്ടി വരും എന്നാ ചെയ്താലി പറഞ്ഞിക്കണത്. ഇന്റെ കയ്യിൽ ആകെ ഉള്ളത് ആ കുരി കിട്ടിയ പൈസ. ബാപ്പാന്റെ ഇത്രയും കാലത്തെ അധ്വാനത്തിന്റെ വേർപ്പാണത്. ഞാൻ ആ പൈസ മൂസന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് എപ്പം വേണമെങ്കിലും മൂസ തരും. പക്ഷെ അതുകൊണ്ടൊന്നും ആവൂലല്ലോ. കുറച്ച് പൈസ കുരുക്കൾ തരികയായിരിക്കും. ഈ ഇതുവരെ കൂലിയൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. എനിക്ക് വേണ്ട, ഞാനും ചെയ്താലും കൂടി ഹോട്ടലിന് കഴിച്ച് ഈ കഴിച്ചോ. ചായ. ഇതെന്താ ചായന്റെ കൂടെ പതിവില്ലാത്തൊരു നെയ്യപ്പം? ഞാനുണ്ടാക്കി നെയ്യപ്പ. എങ്ങനെയുണ്ട് നോക്ക്. നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ, മോശാവോ? അൻവറ, ഞാനൊരു കാര്യം പറഞ്ഞ ഈ അത് ചെയ്യോ? എന്ത്? എന്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് ഒരു സാധനം കൊടുത്തു വെച്ചിട്ടുണ്ട്. ഈ അത് വാങ്ങിക്കൊണ്ടുവരണം. കൊടുത്തയച്ച ആളുടെ നമ്പർ ഞാൻ തരാം. മൂപ്പര് വരുന്നതിന് മുമ്പ് കൊണ്ടുതരണം. മൂപ്പരെപ്പോഴാ വരിക? രാത്രി ആയിരിക്കും. ഞാൻ ഉച്ചക്ക് പോകും. ഇന്ന് ഉച്ചക്ക് ശേഷം എന്റെ പെങ്ങളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ഒരു പോയ ശേഷം ഞാൻ വാങ്ങിക്കൊണ്ടു. വൈകരുത്. മൂപ്പര് വന്നാ ഇക്കത് കിട്ടൂല. അല്ല, ആങ്ങളുടെ വക ഇരിക്കൊന്നുമില്ലേ? ആദ്യം ഇതൊന്ന് വാങ്ങിക്കൊണ്ടിര്. എങ്ങനെയുണ്ടാ ചെക്കൻ? എന്നെ പോലെ ഉണ്ടാ? ചെക്കൻ കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം അവിടെ കൂടിയാ പോയത്. അത് ശരി, ഓപ്പ തന്നെ കൂടുതലും തുടങ്ങിയാ? റസിയാക്കോ നല്ല ചേർച്ചയാ. കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഉറച്ചിക്കണം. ഒരു മാസം കൊണ്ട് കല്യാണം ഉണ്ടാവും. ഓ അളിയാ, ഒപ്പന്റെ കല്യാണം ഉണ്ടാവൂലേ? ഇല്ല, ആദ്യം ഓളത്തങ്ങോട്ട് കഴിയട്ടെ. അപ്പോ കല്യാണത്തിന് നമ്മളെ താത്തൊക്കെ ഉണ്ടാവൂലേ? ഷടാ, ഞാനൊരു കാര്യം പറ്റ മറന്നുപോയി. എന്ത്? താത്തനൊരു കാര്യം ഏൽപ്പിച്ചിനി. എന്താപ്പത്? ഒന്നുമില്ല, നമുക്ക് പിന്നെ കാണാം. ഓക്കെ? എന്തോ ഉണ്ടല്ലോ. നിങ്ങളെവിടെ? എന്തേ നിങ്ങള് കിടക്കണില്ലേ? അല്ല, അൻവറിനെ ഇതുവരെയായിട്ട് കാണുന്നില്ലല്ലോ. ഇന്ന് മുഴുവൻ ഓൻ ഇവിടെ തന്നെ അല്ലായിരുന്നു. ഓൻ വന്നോളന്ന്. നിങ്ങൾ പോയി കിടക്കാൻ നോക്കി. അതല്ലാന്ന്, എനിക്ക് ഓനോട് ചില കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്. ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. ഉറപ്പിക്കുകയും ചെയ്ത്. അതൊക്കെ നേരം വെളുത്തിട്ട് സംസാരിക്കാം. നിങ്ങൾ വരി. നേരം ഒരുപാടായി. ഉറക്കമില്ല മനുഷ്യന്. ഇവൻ നേരം പഴയ എന്തെടുക്കുകയാണ്? ഇറങ്ങി വന്നേ. എടാ, നമ്മളെ പഹയനെ കാണാല്ല. ഇതാ പോലെ കാര്യം. ഓനാ കുരുക്കളെ പോലെ ഉച്ചല ബീച്ചിലും പോയി. എടാ, ഓനെ മാത്രമേ ഉസ്മാനെ, കുരുക്കളെ പെണ്ണുങ്ങളെയും കാണാല്ല. കുരുക്കളെ പെരയില് പോലീസൊക്കെ വന്നിക്കണ്. എടാ, നാട്ടുകാര് പറയണ ഒരു രണ്ടാളും ഒളിച്ചോടി പോയിന്നാ. ബസ് സ്റ്റാൻഡിൽ വെച്ച് രണ്ടാളെ കണ്ടൂരുണ്ട് എത്രടാ. അളിയാ, ഇന്നലെ ഓന്റെ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രക്ക് ഞാനോട് പ്രതീക്ഷിച്ചില്ലടാ. ചതിച്ചെന്റെ പഠിച്ചോനെ. എന്താ മുസാക്ക? അബ്ദുല്ലാക്ക് പറഞ്ഞയച്ചാന്നും പറഞ്ഞ് ഇന്റെ അടുത്ത് കുറിപ്പൈസ വാങ്ങിയാളോ പോയത്. ചതിച്ച റബ്ബേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് അബ്ദുല്ലാക്കോട് ചോദിച്ചോ. എന്തായാലും ചോദിക്കണം. അബ്ദുല്ലാക്ക, നിങ്ങള് കാര്യങ്ങൾ അറിഞ്ഞ? അല്ല, നിങ്ങള് പഹയനെ പൈസ വാങ്ങാൻ പറഞ്ഞിരുന്നു. അല്ലേ ചതിച്ച് നിങ്ങളെ കുറിപ്പൈസ വാങ്ങി കുരിക്കളെ പെണ്ണുങ്ങളെയും കൊണ്ട് പഹയ ഒളിച്ചോടി പോയിക്കണത്.
ഈ സംഭവം നടക്കുമ്പോ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ 2 ദിവസം ഉയിച്ചിന്റെ ആവശ്യത്തിന് പുറത്തു പോയതായിരുന്നു. ഇന്നലെ രാത്രിയാ വന്നത്. ഏകദേശം എത്ര മണിക്കാണ് നിങ്ങൾ എത്തിയത്? ഉദ്ദേശം ഒരു 8-8:30 മണിയായി കാണും. പ്രതി എങ്ങനെയാ നിങ്ങളെ വീടുമായിട്ടുള്ള ബന്ധം? എനിക്ക് പച്ചമരുന്നിന്റെ ചികിത്സ ഉണ്ട്. ഉയിച്ചിലിനും പീച്ചിലിനും എന്നെ സഹായിക്കാൻ നിന്നിരുന്ന ആളാ. എന്തായാലും നല്ല സഹായം ചെയ്തോന്നില്ലേ? പരാതിക്കാരൻ താങ്കളാണെങ്കിലും നിങ്ങളെക്കുറിച്ച് കേട്ടിടത്തോളം നിങ്ങൾ നല്ല രീതിയിലല്ലല്ലോ നിങ്ങളുടെ ഭാര്യയോട് പെരുമാറിയിരുന്നത്. അങ്ങനെയൊന്നുമില്ല സാർ. ഒരു കുടുംബമാവുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷെ നിങ്ങളുടെ പെരുമാറ്റം വളരെ കടുത്തതായിരുന്നു എന്നാണല്ലോ ഞാൻ കേട്ടത്. പിന്നെ കുട്ടികളില്ലാത്ത പേര് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നില്ലേ? അവർക്ക് നിങ്ങൾ വീട്ടിൽ പോലും സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല. ഇതൊക്കെയാവും മറ്റൊരാളുടെ കൂടെ പോകാനുള്ള കാരണം. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശരി സാർ. ഇത് തന്നെയല്ലേ വീട്? അൻവറിന്റെ വാപ്പയല്ലേ? അതെ സാർ. എടോ, തന്റെ മാൻ ചെയ്ത കുറ്റം എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞ് കുടുംബമായി താമസിക്കുന്ന ഒരു പെണ്ണിനെ അവൻ തട്ടിക്കൊണ്ടുപോയത്. അവനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഇല്ല സാറേ. ഓന്റെ പെങ്ങളെ കല്യാണ ആവശ്യത്തിന് വെച്ച പൈസയും കൊണ്ടാ ഓൻ പോയത്. ബെസ്റ്റ്. മക്കളാ ഇങ്ങനെ തന്നെ വേണം. തിന്നാൻ മാത്രം കൊടുത്താ പോരാ, നേർവഴിക്ക് നടക്കാൻ കൂടി പഠിപ്പിക്കണം. പിന്നെ ഞാനിപ്പോ പോവാ. എന്തെങ്കിലും വിവരം കിട്ടിയാ, വല്ല ഫോൺ കോളോ മറ്റോ വന്നാൽ ഉടൻ സ്റ്റേഷനിൽ ഒന്ന് വിവരം അറിയിക്കണം. ശരി സാർ. മതി മതി മതി. നിങ്ങൾ എപ്പോ വിളിച്ചാലും സ്റ്റേഷനിൽ ഹാജരാവണം. പഹയനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ അപ്പൊ എന്നെ വിവരം അറിയിക്കണം. ശരി, തൽക്കാലം പോയിക്കോ. എനിക്കെന്തോ തലചുറ്റണ പോലെ. കുറെ നേരം യാത്ര ചെയ്തല്ലേ, അതിന്റെ ക്ഷീണാവും. ഞാൻ കുറച്ച് വെള്ളം വാങ്ങി തരാം. വരി, ഇവിടെ ഇരിക്കും. ഞാൻ പോയി വാങ്ങി വരാം. ഒരു ഗ്ലാസ് വെള്ളം തരൂ. എന്താ പറ്റിയ? നിങ്ങൾ പേഷ്യന്റെ കൂടെ വന്ന ആളാണോ? അതെ. താങ്കൾ പേഷ്യന്റിന്റെ ആരാണ്? ഞാൻ ബ്രദറാണ്. ഹസ്ബൻഡ് എവിടെയാണ്? അളിയൻ ഗൾഫിലാണ്. എന്താ ഡോക്ടർ, പ്രശ്നം വല്ലതും? ഇല്ല, പേടിക്കാനൊന്നുമില്ല. ഒരു സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ സിസ്റ്റർ 2 മാസം ഗർഭിണിയാണ്. താങ്ക് യു ഡോക്ടർ. ഹലോ, ആരാ? ഉസ്മാനെ, ഇത് ഞാനാ പഹയൻ. കൊണ്ടാ ഞങ്ങളോട് വേണ്ടിടാ. സുക്കൂര്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, ഈ ഒരു കോപ്പം പറയണ്ട. ഈ ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞങ്ങള് 2 മറന്നല്ലേ? ഒരിക്കലും കേസ് കൊടുത്തിട്ടാ ഞങ്ങളെ 2 കൊണ്ടുപോയിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ പോലെ പിഴിഞ്ഞടാ. ഇപ്പൊ എവിടെ ഉള്ളത്? ആ പെണ്ണെവിടെ? അതൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ പറയുന്നു, നിങ്ങൾ കേക്ക്. ഞാൻ ആകെ പ്രശ്നത്തിലാ. എന്ത് പ്രശ്നം? എവിടെ? ആനക്കരയല്ലേ? എടാ, ആ സ്ഥലം എനിക്കറിയാം. സംഗതി അറിഞ്ഞടാ? ഇല്ല. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ അവിടുത്തെ നിന്നാ മതി. ഓക്കേടാ, ഓക്കെ. ഈ ഒരു കാര്യം ചെയ്യും, ഈ വെറുതെ കണ്ട ഈ വേഗം പൂട്ടി ഷട്ടർ അടക്ക്. പെട്ടെന്ന് വാടത്. ഒന്ന് വേഗം ഇറങ്ങിട്ട് ഉസ്മാൻ. ഇത് അടക്കിത് വേഗം. ഈ വന്നേ. ഇത് പൂട്ടൊന്നും വേണ്ട. എടാ സമയല്ലത്, വായത്. എവിടെ പോയിരുന്നു? കാണാതായപ്പോ ഞാനാകെ പേടിച്ചുപോയി. പേടിക്കേണ്ടി വരും. ഇനി ഞാൻ പറയാൻ പോണ കാര്യം കേട്ട് നിങ്ങൾ ഞെട്ടരുത്. എന്താ? എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്തു പറ്റാൻ? സംഗതി ആകെ കുഴഞ്ഞു മറിയാ. ഈ കാര്യം എന്താ തെളിച്ചു പറയേ.
നിങ്ങക്ക് എന്താ പറ്റിന്നറിയോ? എന്തുകൊണ്ടാ നിങ്ങൾ തല ചുറ്റി വീണെന്നറിയോ? യാത്ര കൊണ്ട്. നിങ്ങളോട് ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇയാള് 2 മാസം ഗർഭിണിയാണ്. എന്ത്? നിങ്ങളെ പ്രാർത്ഥനേന്റെയും മരുന്നിന്റെയും ഫലം കണ്ടു. നിങ്ങളിപ്പോ ഗർഭിണിയാണ്. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയില് ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായാലും സന്തോഷായില്ലേ? ഇത്രയും കാലം ഈ ഒരു ദിവസത്തിന് വേണ്ടിട്ടല്ലേ നിങ്ങളും കാത്തിരുന്നേ? നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് പോണം. എന്റെ കുട്ടീന്റെ ബാപ്പാന്റെ കാല് പിടിച്ച് എനിക്ക് മാപ്പ് പറയണം. എന്നെ പോലെ തന്നെ ഒരുപാട് കൊതിച്ചത് മൂപ്പരും. നീ എന്നെ അവിടെ തിരിച്ചു കൊണ്ടാക്കൂലേ? തീർച്ചയായും ഞാൻ തിരിച്ചു കൊണ്ടാക്കും. അതിനു മുമ്പ് അവരൊന്നിങ്ങ് വന്നോട്ടെ. ആര്? ഞാൻ നാട്ടിലേക്ക് വിളിച്ചിരുന്നു. ഷുക്കൂർ ഉസ്മാനും അവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നാട്ടിലാകെ പാട്ടായിരിക്കാം. ഞാനുങ്ങളും ഒളിച്ചോടി പോയിന്ന്. ഒരു വന്നതിന് ശേഷം നമുക്ക് തിരിച്ചു പോവാം. ഹലോ, ഒന്ന് വേഗം എടുക്കുന്നതാണോ? ഇതാ വരുന്നേ. ഇതാ. അല്ല, ഒളിച്ചോടി പോയതിനെ പറ്റി എന്തെങ്കിലും വിവരം? എന്ത് വിവരം കിട്ടാൻ? ആ പഹന്റെ ഒരു നല്ല കാലേ, കയ്യില് കുറെ പൈസ ഉണ്ടല്ലോ. അല്ല, പിന്നെ ഓനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അത് ശരിയാ. ഓളും വലിയ മോശമൊന്നുമില്ല. ഓളെ കണ്ട ആരും നോക്കി പോവുകയും ചെയ്യും. പാവം കുരുക്കള് കൂട്ടിലൊളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടെടുക്കി. ഈ ജാതിനൊന്നും കൂട്ടിലിട്ടൊരു കാര്യമില്ലാന്ന്. അതെന്തായാലും കൂടി തുറന്നു പോകും. അല്ല, ഓക്ക് കുട്ടികളുണ്ടാവില്ല കേട്ടു. മൂപ്പര് പല സ്ഥലത്തും കൊണ്ടുപോയി ചികിത്സ നടത്തിയതാ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നും വരില്ലല്ലോ. ഒപ്പം പോയതേ പഹേനല്ലേ. ഓനേതായാലും ഒരു ആൺകുട്ടിയാ. അല്ല, ഉസ്മാൻ അങ്ങോട്ടാ കട പൂട്ടി പോയത്? എസ് ഐ പൊക്കിയോ? ഏതായാലും ആ പാവങ്ങൾ ആ പഹേനെ കൊണ്ട് തോറ്റ്. അബ്ദുള്ളാഖാന്റെ കാര്യ കഷ്ടം. കല്യാണത്തിന് എടുത്തു വെച്ച പൈസയാ ആ പഹയൻ കൊണ്ടുപോയത്. അത് തീരുന്നവരൊക്കെ നോക്കും, പിന്നെ കാണാലോ. അല്ല, അന്റെ കുറി പൈസ എവിടെ? തരുവല്ലോ. അത് ശരി, കിട്ടുമ്പോൾ സ്വഭാവം വേറെ സ്വഭാവം. നാളെ അങ്ങോട്ട് തരൂലേ? നാട്ടിലേക്ക് തിരിച്ചു പോക്ക്, അതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാണ് നല്ലത്. അന്ന കയ്യെ കിട്ടിയാ കൊല്ലൂന്ന് പറഞ്ഞ് നടക്കുക ഗുരുക്കളും അയാളുടെ ആൾക്കാരും. ഈ താത്താനെ കൊണ്ട് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. എസ് ഐ തെരഞ്ഞു നടക്കുക. എടാ, നിന്റെ വീട്ടിലെ സ്ഥിതി? അത് ചെയ്ത് വളരെ മോശമായി പോയി. എടാ, എന്റെ പെങ്ങളെ കല്യാണത്തിന് കാശുമായിട്ടാണ് പോന്ന്. എന്ത് എന്താ ഈ പറയണേ? എടാ, നിങ്ങക്ക് തോന്നുന്നുണ്ടോ നിന്റെ റസിയാന്റെ കല്യാണത്തിനെടുത്ത് വെച്ച പൈസയും കൊണ്ട് ഞാൻ പോരുന്നു? ഇതിലെന്തോ ചതിണ്ട്. സത്യമാണോ ഈ പറയണേ? മൂസാഖാനെ പൈസ വാങ്ങിയിട്ടില്ല. എടാ, ഞാൻ എങ്ങനെയാ മൂസാഖാനടുത്ത് പൈസ വാങ്ങാ? അന്റെ വാപ്പ പറഞ്ഞിട്ട് ഈ മൂപ്പരടുത്തുനിന്ന് പൈസ വാങ്ങിനാ മൂസാക്ക നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടക്കണേ. മൂസാക്ക പഴയ പ്രതികാരം തീർക്കുക. എന്തൊക്കെയാണ് ഓല് പറയണേ? ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നാട്ടിലാകെ പ്രശ്ന. അപ്പൊ നമുക്ക് തിരിച്ചു പോകാൻ പറ്റൂല. ഇല്ലാത്ത പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എത്ര പേരെ കണ്ണീരൊടുക്കും നിങ്ങൾക്കറിയോ? നിങ്ങൾ കേട്ടില്ലേ? നാട്ടില് പഹയനിപ്പോ ശരിക്കും ഒരു ഒടുക്കത്തെ പഹയനായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കൊന്നും അറിയില്ല. വന്നത് വന്നു. ഇനിയിപ്പോ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. എന്ത് നോക്കാൻ? എല്ലാം ഒന്നും ആരും തണുക്കുന്നവരെ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരണ്ട. അതുവരെ ഞാൻ ഇവരെയും കൊണ്ട് എവിടെ നിൽക്കാനാ? ഇറങ്ങി പോകുമ്പോഴൊന്നും ആലോചിച്ചില്ലല്ലോ. ഞങ്ങൾ കുറെ അനുഭവിച്ചു. ഉസ്മാൻ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ നാറട്ടെ. ഇവിടെ അടുത്ത് പണ്ട് ഞാൻ പണിയെടുത്തൊരു കടയുണ്ട്. അവിടെ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. അതിന് അവിടെ ഞാൻ സ്ഥിരം മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാജിയാരുണ്ട്. ആൾ ശുദ്ധനാ. മൂപ്പരെ കണ്ട എന്തെങ്കിലും വഴി തടയാതിരിക്കൂല. ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു പോവല്ലേ നല്ലത്. നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് വിശ്വാസാവൂലോ. പറയാൻ എളുപ്പാ. നിങ്ങളിങ്ങോട്ട് നാട്ടിലേക്ക് ചെന്നാ ആളുകൾ സംശയത്തോടെ നോക്കൂ. നിങ്ങളിപ്പോ ഗർഭിണിയാണ്. ആളുകൾക്ക് സത്യം അറിയില്ല. ഇത്രയും പറഞ്ഞുണ്ടാക്കിയ നാട്ടുകാര് ഈ കുട്ടി ഇന്റേതാണെന്ന് പറയാനും മടിക്കൂല. അതുകൊണ്ട് ഉസ്മാൻ പറഞ്ഞതാ ശരി. ഒക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ. അതുവരെ തൽക്കാലം ഒന്ന് മാറി നിൽക്കാം. ഞങ്ങളൊന്ന് പോയോട്ടെ. കാണാം. അളിയ മൂപ്പരിഞ്ഞ് സമ്മതിക്കാണ്ടിരിക്കോടാ. അസ്സലാമു അലൈക്കും. വാലേക്കും മുസ്സലാം. ആരാത്? എന്താ ഇപ്പൊ ഈ വഴിക്ക്? ഇരിക്കേ. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരാം. എന്താ ഇപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം? ഉദ്ദേശമുണ്ട്. ഞങ്ങൾ സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ. ആചാര്യ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്തുപകാരം അപ്പം ഞാൻ അനക്കും വേണ്ടി ചെയ്യേണ്ടി? എനിക്കല്ല, എന്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാ. ആചാര്യ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു സിയാറത്ത് കഴിഞ്ഞ് മടങ്ങുമ്പോ ഒരു കുടുംബത്തിലെ ബാപ്പയും ഉമ്മയും മകളെ കെട്ടിയ ഭർത്താവും വണ്ടിയും പറഞ്ഞ് മരിച്ചത്. അതിന് രക്ഷപ്പെട്ടത് ഒരു മകനൊരു മകളുമാണ്.
അവരിപ്പോ എന്റെ കൂടെയുണ്ട്. അതാ പുറത്ത് ഓട്ടോറിക്ഷയിൽ. സ്വന്തം വീട്ടിൽ നിന്ന മരിച്ച ഉമ്മയുടെ ഉപ്പയുടെ ഓർമ്മകളാ. അതുകൊണ്ടാണ് ഞാൻ അവരെയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നത്. അവർക്കിപ്പോ ആരുമില്ല. അവർക്ക് താമസിക്കാൻ ഒരു വീട് ശരിയായി കൊടുക്കണം, ഒരു ജോലിയും. വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട്, പിന്നെ ഇപ്പൊ ഒരു ജോലി. എന്ത് ജോലി ചെയ്യാൻ പാടില്ലാത്ത ആളാ. സുഖറേ അവരോട് വിളിച്ച ഈ വേഗം ഇറങ്ങിട്ട് ഓട്ടോറിക്ഷന്റെ പൈസ കൊടുക്ക്. വായോ ചെല്ല് കൊടുക്ക്. ആ എത്രയും വേഗം വരി. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ സുഹൃത്ത്. ഇതോ എന്റെ പെങ്ങളും. ഓള് ഗർഭിണിയാണ്. ഭർത്താവ് മരിച്ചു, എന്റെ പെങ്ങളെയും കൊണ്ട് ഓനും ജീവിക്കേണ്ട ആചാരെ. ഈ ബേജാറാവണ്ട ഉസ്മാനെ, ഒന്നുമില്ലെങ്കിൽ എന്റെ മുടി കുറെ വെട്ടിയതല്ലേ. ഈ വന്നിട്ടൊരു കാര്യം പറയുമ്പോ എനിക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? ആരില്ലാത്തവർക്ക് അത്താണിയായാൽ പടച്ചോൻ ഭാഗത്തുനിന്ന് കൂലിയിട്ടു. ഇവിടെ അടുത്ത് തന്നെ ഞാൻ വാടക കൊടുക്കണ ഒരു പുരയുണ്ട്. ആളില്ലാത്തോണ്ട് അത് പൂട്ടിയിട്ടിരിക്കുക. നിങ്ങൾക്ക് അവിടെ താമസിക്കാം. ആരുമില്ല എന്നുള്ള തോന്നലും വേണ്ട. ഒന്നിനും തോറ്റു കൊടുക്കരുത്. ഇവിടെ ഇപ്പോ നമ്മളൊക്കെ ഇല്ലേ. ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല, എനിക്ക് വയ്യ. നാട്ടുകാരുടെ പരിഹാസചിരിയും കല്ലടിച്ച വർത്താനും വല്ല വിഷം തിന്ന് ചാകുന്ന ഇതിലും ഭേദം. നീ പോയി ചാവടി, ഇതിലും ഭേദം അത് തന്നെയാ. ഉമ്മാക്കും കലക്കി കൊടുക്ക്, ആർക്കും തോൽപ്പിക്കാൻ തന്നെ. എന്റെ അമ്മ ഒറ്റയെ കണ്ടോ, കണ്ണീര് തോന്നുന്ന നേരണ്ടോ? ഇതൊക്കെ കാണാൻ എന്തിനാണ് റബ്ബെ എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ഞാനിപ്പനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എന്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞ. എനിക്കറിയാ എന്നോട് നാട്ടുകാരിതൊന്നും പറയുന്നില്ല എന്നുള്ളൂ. പിന്നെ റുക്കിയ, എന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്നത്തോടെ നിർത്തിക്കൊള്ള ഈ കരച്ചില്. ഞമ്മളിപ്പോ മരിച്ച്. അങ്ങനൊന്നും പറയണ്ട, മോനെ ശപിക്കണ്ട. എന്റെ മോൻ എവിടെങ്കിലും എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ. പൊന്ന് കായ്ക്കുന്ന മരാണെങ്കിലും പോരക്ക് മേലെ ചാഞ്ഞ വെട്ടണമെന്നൊരു ചൊല്ലുണ്ട്. ഒന്നോർത്ത എനിക്ക് സമാധാനിക്കാം. ഓൻ പൊന്ന് കായ്ക്കുന്ന മരായിരുന്നില്ല, നാടിനും വീടിനും കൊള്ളാത്ത പടുമരായിരുന്നു. എന്റെ റബ്ബേ, ഇതൊക്കെ കാണാനും കേൾക്കാനും എന്ത് തെറ്റാ ഞങ്ങള് നിന്നോട് ചെയ്തത്? എടങ്ങളില്ല, എനിക്കൊരു സമാധാനമില്ല. എന്തുകൊണ്ട് താത്താക്ക് സാരി നല്ല ഭംഗിയുണ്ട്. ഇതിന് വലിയ വിലയോ? അറിയില്ല, അൻവർ ഇവിടുന്ന് വാങ്ങിച്ചതാ. എനിക്കും ഭയങ്കര ഇഷ്ട സാരി എടുക്കാൻ. പക്ഷെ ഉപ്പ സമ്മതിക്കില്ല. ഉപ്പ പറയണ കല്യാണം കഴിഞ്ഞിട്ട് സാരി എടുത്താ മതിയെന്ന്. വന്ന് കയറിയില്ല. ഓൾ ഇങ്ങനെ തന്നെയാ മോളെ. ഒരാളെ കണ്ടാ മതി, പരിചയം വേണമെന്നൊന്നുമില്ല, വർത്താൻ അങ്ങോട്ട് തുടങ്ങിക്കോളും. അങ്ങനല്ലേ വേണ്ടത്. ഇങ്ങക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ അവിടെ വന്ന് കഴിക്കുന്നോ? എന്തിനാ വെറുതെ, ബുദ്ധിമുട്ടാവില്ലേ? ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ടിന്റെ മോളെ, സന്തോഷല്ലുള്ളൂ. ഇങ്ങളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടാ മൂപ്പര് പോയത്. ഇവിടെ അടുത്തന്നെ മൂപ്പരുടെ ഒരു പരിചയക്കാരനുണ്ട്. അയാളെ കണ്ടെന്തെങ്കിലും പണി ശരിയാക്കാന്നാ പറഞ്ഞു. ഇനി അതും ശരിയാക്കിയിട്ടേ മൂപ്പര് വരൂ. ഈ നാട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിന്റെ ഒക്കെ മുമ്പിൽ മൂപ്പരുണ്ടാവും. നാട്ടുകാർക്കൊക്കെ വലിയ കാര്യ. ഇതിലാരാ അവിടുത്തെ താമസക്കാരൻ? ഞാനാ. അതെ അൻവറേ, സംസാരിച്ച് ഞാൻ നേരം പോവും. ഇപ്പൊ പോയാ ഇരുട്ടുമ്പോ വീട്ടിലെത്താം. ഈ വന്നേ. ഞങ്ങള് പോവാ. ഇനി എന്ത് പ്രശ്നം വെച്ചാലും ഉസ്മാൻ മൊബൈലിക്ക് ഫോൺ ചെയ്താൽ മതി. നിങ്ങൾ വന്നപ്പോ മനസ്സിനൊരു ആശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത ഈ ഉപകാരത്തിന് ഞാൻ എന്താടാ പകരം തരാ? എന്താ ആളെ ഈ പറയണത്? അനക്കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ കൂട്ടുകാർ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഞങ്ങൾ എങ്ങനെ കരുതിയിരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഈ ചെറിയ മനസ്സിൽ അനക്ക് വലിയ സ്ഥാനം. എടാ ഞാനൊന്ന് വീട്ടാളിയാ, ഒരുമാതിരി സീൻ ഉണ്ടാക്കല്ലേ. ഞങ്ങള് വരും. ഞങ്ങള് പോവാ. ആചാര് വരുന്നോ കാത്ത ഇന്ന് നാട് പിടിക്കാൻ പറ്റൂല. ഇന്നലെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. ആചാര് വന്നാ പറഞ്ഞാ മതി. ഇവരെ നിങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങള് മടങ്ങുന്നത്. ഇവർക്ക് ആരും ഇല്ലാട്ടോ. അതിനെന്താ മോനെ, ഇവർക്ക് ഞങ്ങളുണ്ട്. ഒന്നിനൊരു കുറവുണ്ടാവില്ല. നിങ്ങള് ധൈര്യമായിട്ട് പോയിക്കോളി. ശരി, പോയിക്കോ. വണ്ടിക്കാരൻ വീരാങ്കാക്കാരണ്ടാം കെട്ടിന്
നാണോ കടുപ്പത്തിലൊരു ചായ. ചായന്റെ കടുപ്പം നല്ലോണം അങ്ങോട്ട് കൂട്ടിക്കോളി. മേലുവേദനയ്ക്കൊന്ന് വിട്ടു മാറണ്ടേ. ഇന്നെ ഊതൊന്നും വേണ്ട. ഇന്നെ പിടിച്ചത് പഹേനാന്നും പറഞ്ഞ് വലിയ വർത്താനായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തായി? മൊഞ്ചത്തിനും കൊണ്ട് ഓ മുങ്ങി. എനിക്ക് കിട്ടിയതൊന്നുമില്ല അടി. ഓനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ, അടിപ്പെരുന്നാള് കാണാ. മോളെ കല്യാണൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചതാ. അതിന്റെ അടിയിലായി വിളിച്ചോട്ടെ. അല്ല പഹേന്റെ വല്ല വിവരവും കിട്ടിയോ? എവിടെ കിട്ടാൻ? എങ്ങട്ടാ പോയെന്ന് ഒരു വിവരവുമില്ല. എസ് ഐ പരക്കം മഞ്ഞ നടക്കുന്നുണ്ട്. കൈ കിട്ടിയ ഒരാപ്പീസ് കിട്ടും. എന്നാലും ആ പെണ്ണിന്റെ ഒരു ധൈര്യം. കല്യാണം കഴിഞ്ഞു കൊല്ലം 10 എന്നിട്ടാ അവള് പോയത്. ആ കുട്ടികളില്ലാത്തോണ്ട് തിരക്കിടില്ല. പെണ്ണൊരുമ്പട്ട ഇതല്ല, ഇതിനപ്പുറം നടക്കും. അത് ഞാൻ വിചാരിച്ചാലും തടുക്കാൻ കഴിയൂല. അതൊക്കെ എന്റെ തോന്നലാ സൈതാലി. അന്റെ അവിടെയും ഇന്റെ അവിടെ ഇല്ല പെണ്ണുങ്ങള്. എന്നിട്ട് ഓലൊക്കെ ഇറങ്ങി പോകണ്ടോ? ഇത് കുരിക്കള് ചോദിച്ചു വാങ്ങിയതാ. കുരിക്കുണ്ടോ പഹേൻ അറിയാൻ? എനിക്കറിയാൻ. അബ്ദുള്ളാക്കപ്പം ഇങ്ങോട്ട് വരവന്നല്ല, ഓന്റെ കാര്യം ചോദിക്കുന്നു വിചാരിച്ചിട്ടാ. നീ ഒന്നും ഉണ്ടായിരിക്കുന്നതാണോ? അയാളെ മനസ്സിലിപ്പോ തീയ. അത് പണക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഞാൻ മൂപ്പരടുത്തൊന്ന് പോയോ അങ്ങോട്ട്. അബ്ദുള്ളാക്കാന്റെ ഭാഗം നിന്നിട്ട് ആ കല്യാണം എങ്ങനെ നടത്താൻ ഓരോ പരിപാടി? ആരാന്റെ പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടി പോയാന്റെ പെങ്ങളെ ഞാര് കെട്ടാനാ? ഇനിയിപ്പോ ആരെങ്കിലും വന്നാ തന്നെ എന്തെടുത്തിട്ട് കൊടുക്കൂ? എന്തെങ്കിലും ആവട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. വരി വരി ഇരിക്കി. ഇന്നലെ വരാൻ വൈകി. വീടൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഈ ഇരിക്കി, ഞാൻ ചായ എടുക്കാൻ പറയാം. ആയിക്കോട്ടെ. ആദ്യമായിട്ടുള്ള സ്വീകരണല്ലേ, വേണ്ടാന്ന് പറയുന്നില്ല. പിന്നെ ചായയില് മധുരം തീരെ വേണ്ടട്ടോ. ഹാജിയാർക്ക് ചായ, മധുരം തീരെ വേണ്ട. കഥകളൊക്കെ ഞാൻ അറിഞ്ഞ്. എല്ലാം വിധി. വിധിയെ തടുക്കാൻ ഞമ്മക്കൊന്നും പറ്റൂലല്ലോ. മരണം മനുഷ്യന് നിഷേധിക്കാൻ പറ്റാത്ത സത്യം. അതെന്നായാലും സംഭവിക്കും. ആ അങ്ങനെ കരുതി സമാധാനിക്കാം. പിന്നെ ജോലിന്റെ കാര്യം 1-2 ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൻവറേ, വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കണ്ട. സമയം കിട്ടുമ്പോ നിനക്ക് അങ്ങോട്ടൊക്കെ വരാം. ഞമ്മക്ക് വല്ലതൊക്കെ മിണ്ടിയും പറഞ്ഞോണ്ടിരിക്കാലോ. എന്തേ? എന്നാ പിന്നെ ഞാനവിടെ ഇറങ്ങട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അല്ലാ. എന്നാലും ഓൻ എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഓനെ നന്നാക്കണം എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ മോനെ പോലെ കരുതിയത്. പക്ഷേങ്കില് ഓ എന്റെ നെഞ്ചും പറിച്ചാ പോയത്. എന്റെ മോന്റെ ഒരു നിമിഷത്തെ തോന്നിയാസം കൊണ്ട് തകർന്നത് എന്റെ ജീവിത. മക്കൾക്ക് വേണ്ടി ജീവിച്ച് ഓരോ സന്തോഷം ആഗ്രഹിച്ചോനാ ഞാൻ. താന്തോന്നിയ എന്റെ മോന് നിങ്ങളൊരു തണലായപ്പോ ഞാനും എന്റെ കുടുംബം ഒരുപാട് സന്തോഷിച്ച്. ഇങ്ങനൊരു ചതിയോ നിങ്ങളോട് ചെയ്യുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. തിരുത്താൻ പറ്റാത്ത തെറ്റാണോ ചെയ്തത്? ഒരു വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പി ചോദിക്കാം. അതുകൊണ്ട് എന്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടുവോ? ഓനെ ഞാൻ അങ്ങനെ വിടൂല. എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഓനങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കൂല. തൽക്കാലത്തേക്ക് ഞാൻ എനക്കൊരു പണി ശരിയാക്കിയിട്ടുണ്ട്. ഒരു ഹോട്ടല്ല. വേറൊന്ന് ശരിയാണവരെ നീ അവിടെ നിക്ക്. എന്തേ? ആയിക്കോട്ടെ, എന്താണേലും തിരക്കേടില്ല. എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. അങ്ങനെ തന്നെ വേണം കുട്ടികൾ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ മുഴുവനും അന്വേഷിച്ച് നടക്കുന്നത് ഇസ്തിരി ചുണുങ്ങാത്ത പണിയാണ്. എന്ത് പണിക്കും ഉണ്ടടോ അതിൻ്റെതായ ഒരു അന്തസ്. ശരി, നടക്ക്. ഉച്ചക്ക് കഴിക്കാനുള്ള ഗുളിക നീ മറന്നൂലേ? അത് ഞാൻ ഗുളിക മുടക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? സാധാരണ ശ്രദ്ധിക്കുന്ന അനക്കുന്നത് എന്തു പറ്റി? ഈ ജീവിതത്തിൽ നമുക്കൊരു കുട്ടിനായി കാണണ്ടേ? എന്റെ ജീവിതത്തിൽ ഇനി ആകെയുള്ള ഒരു ആശ അത് മാത്ര. 5 നേരം ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കണ്ടേ. എന്റെ പ്രാർത്ഥന പടച്ചവൻ കേൾക്കാണ്ടിരിക്കൂല. എത്ര ഗുളിക കഴിക്കണേ? ഇക്കൊരു പ്രതീക്ഷയില്ല. അങ്ങനെ ഒന്നും പറയരുത്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. എന്നാ ഇതങ്ങോട്ട് കഴിച്ചാ.
എന്തത് പട്ടാപ്പകല് കിനാവാണ്? ഇത്താത്തൊക്കെ എന്തൊരു വിഷമം പോലെ. ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. ഉമ്മ എന്നോട് എല്ലാം പറഞ്ഞു. ഇത്താത്ത ഗർഭിണിയാണല്ലേ? എത്ര മാസായി? 2 മാസമായി. ആദ്യത്തെ പ്രസവല്ലേ? നിങ്ങക്ക് പേടിയില്ലേ? ഇയാൾ എന്തിനാ പഠിക്കണേ? ഞാൻ +2നാ. എനിക്കൊരു ടീച്ചർ ആവാൻ ആഗ്രഹം. അതൊന്നും നടക്കും തോന്നുന്നില്ല. എന്തേ? അതിനു മുമ്പ് എന്നെ കെട്ടിച്ചൂടും. താത്തയുടെ വീട്ടിൽ TV ഉണ്ടായിരുന്നു? ഇല്ല. വീട്ടിലൊരു TV മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഉപ്പ കേട്ടില്ല. ഞാൻ പഠിത്തത്തിൽ ഉഴപ്പുന്ന ഉപ്പ പറയണത്. നല്ല രസാത്ര സീരിയലും പറ്റും. ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ വന്ന് പറയും ടിവിയിൽ എപ്പോഴും പാട്ട് മത്സരാന്ന്. എനിക്ക് അതൊന്നും കാണാൻ പറ്റൂല. എന്താ മാഷെ, ജോലിയൊക്കെ ശരിയായോ? ആ, തൽക്കാലം ഒരു ഹോട്ടലിൽ ശരിയായിട്ടുണ്ട്. കാഷ്യറായിട്ടാ? അല്ല, വെയിറ്റർ ആയിട്ട്. അനക്ക് പഠിക്കാനൊന്നുമില്ലേ? അനക്ക് പരീക്ഷ ഉണ്ടെന്ന് എന്റെ എപ്പോ പറഞ്ഞല്ലോ. ഇയാള് വിട്ടോ വിട്ടോ വിട്ടോ. എപ്പോഴും ഇങ്ങനെ പഠിച്ചിരുന്നാ ശരിയാവില്ല. ഇടയ്ക്ക് റിലാക്സ് ഒക്കെ വേണ്ടേ? താത്ത, ഞാൻ പോവാട്ടോ. നാട്ടിലെ സ്ഥിതിയൊക്കെ എന്താണാവോ? വല്ലാത്തൊരു കുടുക്കല വന്ന് പെട്ട്. എന്തേ നീ ചോറ് കഴിക്കണില്ലേ? എനിക്ക് വേണ്ട. എന്താ എനിക്ക് വേണ്ടാത്ത? ഈ തിന്നാത്തതുകൊണ്ടേ വിശപ്പ് ഉണ്ടായിട്ടും പട്ടിണി എടുക്കണ ഒരാളുണ്ട് ഇതിന്റെ അകത്ത്. അന്റെ ഉമ്മ ചെന്ന് വല്ലത് കഴിക്ക്. ഉമ്മാനെയും വിളിച്ചോ. അന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല ഞാൻ എന്നെ ചീത്ത പറയുന്നത്. ഈ നന്നാവാനാ. ഇന്റെ കാലം കഴിഞ്ഞ ഈ കുടുംബം നോക്കേണ്ട ആള് ഇയ്യാ. അനക്കും വേണ്ടേ മോനെ ഒരു ജീവിതം. ഉസ്മാനെ, എന്തൊക്കെയായി? ഒന്നും ആയിട്ടില്ല. മൂസാക്ക അവിടെ അല്ല, അയാൾ ബാംഗ്ലൂർ പോയതാ. നീ എന്നാ വരിക? ഒന്നും അറിയില്ലടാ. മൂപ്പരെ കൈ കിട്ടിയാലേ സത്യം തെളിയിക്കാൻ പറ്റുള്ളൂ. എന്താണ് എന്റെ വീട്ടിലെ സ്ഥിതി? റസിയാന്റെ കല്യാണക്കാര് ഒഴിവായിരിക്കാം. വല്ലോന്റെ പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടി പോയവന്റെ പെങ്ങളെ ഓൾക്ക് വേണ്ടാന്നു. ഒക്കെ നമുക്ക് ശരിയാക്കാം. ആ മൂസ ഒന്ന് നാട്ടിൽ വന്നോട്ടെ. നിങ്ങൾ എന്റെ വീട്ടിൽ പോയിരുന്നോ? ശുക്കൂർ ഒരു പ്രാവശ്യം പോയിരുന്നു. അന്നെ വാപ്പനെ തല്ലിയില്ലാന്നുള്ളൂ. മൂസാക്ക നാട്ടിലെത്തിയ ഉടനെ വിവരം അറിയിക്കണം. ആടാ. ഓക്കെ. എന്തായി? മൂസാക്കാനെ കിട്ടിയിട്ടില്ല. മൂപ്പരെ കിട്ടിയാലേ സത്യം തെളിയിക്കാൻ പറ്റൂ. ഞാൻ ഗർഭിണിയാണെന്ന വിവരം വീട്ടിലറിയിച്ചാലോ? സമയായിട്ടില്ല. ഏതായാലും നാറി. ഇനിയൊന്ന് കലങ്ങി തെളിയണവരെ കാത്തിരിക്കാം. അല്ല, നിങ്ങക്ക് ഇതെന്ത് പറ്റി? കിടക്കുമ്പോഴത്തേക്കും കൂർക്കം വലിച്ചുറങ്ങുന്ന ആളാ. ഇന്നെന്താ ഉറക്കൊന്നുമില്ലേ? നീ പറഞ്ഞ സത്യ. ഉറക്കല്ല കുറച്ചു ദിവസമായിട്ട്. എന്താ അതിന് മാത്രം ഉണ്ടായത്? അത് ഞമ്മളെ മോളെ കാര്യം തന്നെ. അതിനോക്കെന്താ കുഴപ്പം? കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഓക്ക് എത്ര വയസ്സായി എന്റെ വിചാരം? കെട്ടിച്ചയക്കണ്ടേ ഞമ്മക്കോളെ? അതിനോള് കുട്ടിയല്ലേ? അത് ഞമ്മക്കല്ലേ. വയസ്സ് 18 കഴിഞ്ഞു നോക്ക്. ഓളെ കൈ പിടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാള് എന്റെ മനസ്സിലുണ്ട്. അതാരാ? പുറത്താരുമല്ല, നമ്മളെ അൻവർ തന്നെ. നല്ലോനാ. ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ വേറുവിട്ടുപോയ ഒരു പാവം ചെക്കൻ. പടച്ച റബ്ബേ, നിങ്ങള് നല്ലോണം ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം? അതെ, നിന്റെ അഭിപ്രായം കൂടി എന്താന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് കാര്യം അൻവറിനോട് പറയാൻ. നിങ്ങക്ക് ശരിയാന്ന് തോന്നണേനൊന്നും ഞാൻ ഇതുവരെ തടസ്സവും നിന്നിട്ടില്ലല്ലോ. ഇതങ്ങനെയല്ലല്ലോ. ആണ് പെണ്ണായിട്ടും പടച്ചോൻ ഞമ്മക്കൊന്നിനല്ലേ തന്നിട്ടുള്ളൂ. നാളെ പിറ്റേന്ന് ചെയ്തു പോയത് അബദ്ധായിന്ന് തോന്നരുത്. കണ്ടെടുത്തോളം ഓ നല്ലോനാ. ഞമ്മളെ മോളെ പോറ്റാൻ കഴിയുന്ന ജീവിക്കാൻ പഠിച്ചൊരു ചെക്കൻ. അപ്പോ ഞമ്മക്ക് കാര്യം ബോധിപ്പിക്കല്ലേ? അതിന്റെ മുമ്പ് ഓളോടും കൂടി ഒന്ന് ചോദിക്കണ്ടേ? അതൊക്കെ ഞാൻ ചോദിച്ചോളാം. നിങ്ങളിപ്പൊ കിടന്നോളി. പറഞ്ഞതൊക്കെ ഈ കേട്ടല്ലോ. പാവം പഹയൻ, വല്ലാത്തൊരു പൊല്ലാപ്പില ആ ചങ്ങായി പോയി പെട്ടത്. ഓ ഇവിടുന്ന് പോയപ്പോ ഒരു സുഖമില്ല. ഈ നാട് ഉറങ്ങിയ പോലായി. മൂസാക്ക നാട്ടിലെത്താതെ ഒരു കാര്യം നടക്കൂലടാ. രണ്ടവിടെ തന്നെ ഉണ്ട്. നല്ല കുഴിയില. പഹയനെ കിട്ടുന്ന വരെ ഇവരെ രണ്ടാളും കാര്യം പോക്കാം.
നിർത്ത് നിർത്ത്. ഈട ഉസ്മാനെ ഞമ്മക്ക് ബാംഗ്ലൂർക്ക് വിട്ടാലോ? എടാ, ഇവിടെ. അല്ലാണ്ട് മൂസാക്ക വരാൻ കാത്തുന്നാലേ പകയന് നാട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞമ്മക്ക് സംഗതി പോലീസിനോട് പറഞ്ഞാലോ? എന്താ ഉസ്മാൻ എന്റെ അഭിപ്രായം? ഉസ്മാനെ ഉസ്മാനെ ഇവതെവിടെ പോയി? ഇങ്ങോട്ട് വേടാ മോനെ. രാഘവ എന്താടാ? സാറേ ഇക്കിളിയാക്കാൻ വേണ്ടിട്ടല്ലേ വിളിക്കണത്? ഞങ്ങളെ ഇക്കിളിയാക്കാൻ തന്നെ ചിരിച്ചോളാം. നിർത്തടാ. പോലീസുകാരാണോ നിന്റെ കോമാളിത്തരം? ഇത്രയും ദിവസമായിട്ടും പഹയൻ ഫോണിൽ ബന്ധപ്പെട്ടില്ല? ഇല്ലാന്ന് പറയാൻ പറ്റൂല സാറേ. ഒരു മിസ് കോൾ ഉണ്ടായിരുന്നു. തിരിച്ചു വിളിച്ചില്ലേ? തിരിച്ചു വിളിക്കാൻ എന്റെ കായില്ലല്ലോ. എന്തായാലും പഹന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് രണ്ടാളോട് പോയാൽ മതി. രാഘവ രണ്ടിനും പിടിച്ചകത്തിട്. ഇങ്ങോട്ട് വേടാ മോനെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. പിന്നെ രണ്ടാളും കൂടി രാത്രി ചോറിന് അങ്ങോട്ട് വരിക. എന്താ ആചാര്യ വിശേഷിച്ച്? വിശേഷമൊക്കെ ഉണ്ട്. അതൊക്കെ വിശദമായിട്ട് നമുക്ക് രാത്രി അവിടുന്ന് സംസാരിക്കാം. എന്നാ ശരി, ഞാൻ വരട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഓ അല്ലാ, ഇരിക്കേ. ആചാര്യക്ക് എന്താ പറയാണ്ടെന്ന് പറഞ്ഞ്? മോളെ കല്യാണക്കാരൻ തന്നെ. അത് ശരി, ഉറപ്പിച്ചോ? നമ്മളൊക്കെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഇനി നിന്റെ സമ്മതം കൂടി മതി. എനിക്കെന്താ സമ്മതക്കുറവ്? ചെറുക്കനങ്ങൾ കണ്ടോ? ചെക്കനെ ദിവസവും കാണുന്നതാ, മറ്റാരുമല്ല, ഈ തന്നെ. ആരുമില്ലാത്തോലായിട്ടാ നിങ്ങൾ ഈ നാട്ടില് വന്നത്. നിങ്ങളെ കണ്ടപ്പോ അടുത്തിടപഴകിയപ്പോ നിങ്ങള് ഞങ്ങൾ ആരൊക്കെയോ ആണ് എന്നൊരു തോന്നല്. അപ്പൊ പിന്നെ ആ ബന്ധം അങ്ങോട്ട് കൂട്ടി ഉറപ്പിക്കാന്ന് വിചാരിച്ചു. എന്റെ മോക്കാണെങ്കിലോ 100 വട്ടം സമ്മതമാ. അല്ല ആചാര്യ, അതിപ്പോ പെട്ടെന്ന് വേണോന്ന് ഞങ്ങൾ പറയണില്ല. നീ നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ഹാജിയാരിനോട് ക്ഷമിക്കണം, അത് ശരിയാവില്ല. എന്തേ? അതൊന്നും ഇപ്പൊ നിങ്ങളെന്നോട് ചോദിക്കരുത്. അതിന് പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. അല്ല, എന്തേ ഓന് അങ്ങനെ പറഞ്ഞത്? ഞമ്മളെ മോളെ ഓന് പറ്റിയിട്ടുണ്ടാവൂലേ? എന്താന്നറിയില്ല. ഞമ്മള് ചെയ്തൊരു ഉപകാരത്തിന്റെ പേരില് ഓനെ നിർബന്ധിക്കാൻ പറ്റുമോ? നിങ്ങൾ കേട്ടില്ലേ, ഷബാനനെ എനിക്ക് കല്യാണം കഴിച്ചു തരാന്ന്. അനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? നല്ല കുട്ടിയോള്, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോ അതിന് പറ്റിയ അവസ്ഥയിലല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് പോലെ അറിഞ്ഞാ വേണ്ട, നിങ്ങൾ കയറി കടന്നോളി. നീറും കൽവിലെ തീ കെടുത്തുവാൻ കഴിയും
കൂട്ടിൽ നിന്നും പാറിയെത്തി തേങ്ങിടുന്ന കുയിലേ, മോഹമറ്റ കുയിലേ. പാതയിലെ പാപക്കറമായുമോ എല്ലോർക്കും വഴി പിഴയ്ക്കും ശ്രുതി തേടി നാമലയും. പിന്നിട്ട പാതയിലെ പാപക്കറമായുമോ എല്ലോർക്കും വഴി പിഴയ്ക്കും ശ്രുതി തേടി കുന്നോളം പൊറുത്തവരെ, കൈത്താങ്ങ് തന്നവരെ, പുന്നാരം പറഞ്ഞവളെ, കണ്ണീരു പൊഴിച്ചവളെ. ചിലർ മോഹം നൽകും, വെറുതെ സ്നേഹം കാട്ടും, എന്റെ തൊട്ടാവാടി പെണ്ണെ തെറ്റിൽ വീഴാതെ. ചിലർ മോഹം നൽകും, വെറുതെ സ്നേഹം കാട്ടും, എന്റെ തൊട്ടാവാടി പെണ്ണെ തെറ്റിൽ വീഴാതെ. തീരാത്ത ദുഃഖം പൂക്കും താഴ്വാരത്തിൽ നാം. ആകാശപ്പറവകളെ പറന്നു തളർന്നുവോ, ആവേശത്തിരയിളകും തീരം മയങ്ങിയോ. ആകാശപ്പറവകളെ പറന്നു തളർന്നുവോ, ആവേശത്തിരയിളകും തീരം മയങ്ങിയോ. രാപ്പാടി പാടിയില്ല, പൂന്തന്നൽ വീശിയില്ല, മൗനങ്ങൾ ഉണർന്നതില്ല, മഴമേഘം പൊഴിഞ്ഞതില്ല. വീണ്ടും തരുമോ ഇനിയൊരു കാലം കൂടി, പുതിയൊരു ജീവിതഗാനം പാടാൻ മാത്രം കാലമേ. വീണ്ടും തരുമോ ഇനിയൊരു കാലം കൂടി, പുതിയൊരു ജീവിതഗാനം പാടാൻ മാത്രം കാലമേ. തീരാത്ത ദുഃഖം പൂക്കും താഴ്വാരത്തിൽ ഞാൻ. നീറും കൽവിലെ തീക്കെടുത്തുവാൻ കഴിയുമോ നിലാവേ? നീതി നോക്കാതെ നിധി തിരഞ്ഞു ഞാൻ വിധിയിൽ തളരുന്നിതാ. അറിയാതെ ഞാൻ ചെയ്ത പാപങ്ങൾ എന്നും എല്ലോർക്കും വേദനയാ. പഹയനെന്ന വിളി കേട്ടു ഞാൻ
പല സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞു. സ്വർണ്ണക്കൂട്ടിൽ നിന്നും പാറിയെത്തി തേങ്ങിടുന്ന കുയിലേ, മോഹമറ്റ കുയിലേ. ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു. എനിക്ക് കുറച്ച് സംസാരിക്കണം. ഇനി എന്ത് സംസാരിക്കാനാ? ഒക്കെ നീ ഇന്നലെ പറഞ്ഞല്ലേ? ഇന്നലെ പറഞ്ഞൊന്നല്ല, ഇനി പറയാനുള്ളതാ കഥകള്. നിങ്ങളെ മോളെ ഇഷ്ടമില്ലാത്തോണ്ടല്ല ഞാൻ ഇതിന്ന് പിന്മാറിയത്, മറിച്ച് ഇന്നെ എന്റെ കുട്ടിനെയും പറ്റാഞ്ഞിട്ടല്ലെങ്കിൽ പിന്നെന്താ? പറയാം, എല്ലാം ഞാൻ പറയാം. ഒക്കെ എനിക്ക് നിങ്ങളോട് തുറന്നു പറയണം. ബാപ്പയും നഷ്ടനായ ഒരു അൻവറിനാണ് നിങ്ങളെ മോളെ കെട്ടിച്ചേരാൻ തീരുമാനിച്ചത്. ബാപ്പയും ഇമ്മയും ഒരു അനിയത്തിയും ഇപ്പോഴും ഹയാത്തിലുണ്ടായിട്ടും ഓരൊക്കെ മരിച്ചു എന്ന് കള്ളക്കഥ പറഞ്ഞ് പറ്റിച്ചൊരു അൻവറുണ്ട്. ചെറിയ ചെറിയ കുസൃതികളും കള്ളത്തരങ്ങളും കാണിച്ച് നാടിനും നാട്ടുകാർക്കും പഹയനായി തീർന്ന ഒരു അൻവറുണ്ട്. ഓന് കെട്ടിച്ചെടുക്കോ നിങ്ങളെ മോളെ? അപ്പൊ നീ ആൾമാറാട്ടം നടത്തായിരുന്നല്ലേ? ഇനി എന്റെ കുടുംബത്തിനെയും സ്നേഹം നടിച്ച് പറ്റിക്കായിരുന്നല്ലേ? അല്ല, ഒരിക്കലും അല്ല. നിങ്ങളെ പറ്റിക്കാൻ എനിക്ക് കഴിയൂല. നടന്ന എന്താന്ന് ഞാൻ പറയാം. ഞാൻ പെട്ടുപോയതാ. വേറൊരു വഴിയില്ലാഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ എന്നോട് പൊറുക്കണം. ഇത് വേറെ ആരും അറിയരുത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ജീവിതം എന്താണെന്ന് അറിയണത്. സത്യം തെളിയണവരെ ഇവിടെ നിൽക്കാൻ നിങ്ങൾ സമ്മതിക്കണം. ഈ നാട്ടില് നിങ്ങളെ എനിക്ക് തുണയായിട്ടുള്ളൂ. സാരില്ല, ഇതാരും അറിയില്ല. ഒരു നിമിഷമെങ്കിലും എന്നോട് ദേഷ്യം തോന്നും. പക്ഷേ എല്ലാം ഏറ്റു പറഞ്ഞ് കുട്ടികളെപ്പോലെ നീ വിങ്ങി പൊട്ടിയപ്പോ ആ കണ്ണീരിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോവാ. ഏതായാലും അൻവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പോവടോ എന്റെ നാട്ടിൽ. എന്റെ വാപ്പനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. ആരും എന്നെ വിശ്വസിക്കൂല. ഓരൊക്കെ മുന്നില് ഞാൻ എന്നും ഒടുക്കത്തെ പഹയനാ. ഓര് വിശ്വസിക്കണമെങ്കിൽ മൂസാഖാനെ കൈ കിട്ടണം. നടന്ന എന്താന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കണം. അതിന് ഞാൻ ഉസ്മാൻ ഷുക്കൂറിനെ ഏർപ്പാടാക്കിക്കണം. ഉസ്മാന, ഹലോ. എടാ അൻവറെ, മൂസാഖാനെ പിടിച്ചിട്ടുണ്ട്. കിട്ടിയോ? ഞങ്ങൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആയിക്കോട്ടെ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് പുറപ്പെടാം. ഓക്കെ ഹാജിയാരെ, കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞെന്നാ തോന്നുന്നത്. പടച്ചോ ഞങ്ങളെ ഭാഗത്താ. മൂസ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴി ഷുക്കൂർ ഉസ്മാനും കൂടി മൂസനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നു. നടന്നൊക്കെ അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നാട്ടിലെത്തണം. നിങ്ങളൊരു സഹായം കൂടിയാ ഞങ്ങൾക്ക് വേണ്ടത്. ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടത്? നിങ്ങളും കൂടി ഞങ്ങളെ കൂടെ നാട്ടിലേക്ക് വരണം. ഞങ്ങൾ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നാലേ ഗുരുക്കളും നാട്ടുകാരൊക്കെ വിശ്വസിക്കൂ. ശരി, വാ. അൻവറെ, അന്റെ മാപ്പാന്റെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാളും നല്ലത് ഇവിടുത്തെ സ്റ്റേഷനിൽ ചെന്ന് SIനോട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതാ. ഈ നാട്ടുകാരെങ്ങനെയാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റൂല. ശരിയാ, നമ്മളാരെയും കാണുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. കാര്യങ്ങളൊക്കെ SIനോട് ഉസ്മാൻ ഷുക്കൂറും പറഞ്ഞിട്ടുണ്ടാവും. അവിടെ മൂസാക്കി ഉണ്ടാവുമല്ലോ. എന്നാ പിന്നെ നേരം കളയണ്ട. നമുക്ക് മൊഞ്ചത്തിയല്ലേ? നമുക്ക് വേഗം സ്റ്റേഷനിലേക്ക് പോവാം. കേറ്. ആരാന്റെ പെണ്ണിനെ കട്ടുകൊണ്ട് പോയി ഒരു ഉളുപ്പിലാ വന്ന് നിൽക്കണേ. നിങ്ങൾ അറിഞ്ഞോന്നല്ല സത്യം, സത്യം മറ്റൊന്നാ. അറിയണം, എല്ലാരും അറിയണം. ചെയ്യാത്ത തെറ്റിനെ നിങ്ങളില്ല ശിക്ഷിക്കരുത്. സത്യം എന്താണെന്ന് അറിയാനുള്ള സന്മനസ്സെങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കണം. മറ്റു പലരും ചെയ്ത തെറ്റുകൾക്കാ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഓ ഞങ്ങളെ നാട്ടുകാരെ പൊട്ടന്മാരാക്കാണ്. അന്റെ പെങ്ങളെ കെട്ടിക്കാൻ വെച്ച പൈസയും ഗുരുക്കളെ പെണ്ണിനെയും കൊണ്ട് ഈ മുങ്ങിയിട്ടില്ല എന്നല്ല ഈ പറയണേ. ഈ പറഞ്ഞ കള്ളക്കഥ കണ്ണടച്ച് വിശ്വസിക്കാം. ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വലിച്ചിറക്കണം അവനിങ്ങോട്ട്. കണ്ടോ സാറേ, സ്നേഹിച്ച നാട്ടുകാർക്ക് മുമ്പിൽ പഹയൻ കുറ്റക്കാരനായി. പറഞ്ഞു കൊടുക്ക് സാറേ, സത്യം അയാളെ കൊണ്ട് പറയിപ്പിക്ക സാറേ. പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. പറ്റിപ്പോയി. ഓന്റെ പെങ്ങളെ കല്യാണത്തിനെടുത്ത പൈസ ഓൻ കൊണ്ടുപോയിട്ടില്ല. പണ്ട് നാട്ടുകാർക്ക് മുമ്പിൽ ഓന്റെ കള്ളനാക്കിയപ്പോ
എന്റെ മനസ്സിൽ ഓനോട് തോന്നിയ പക ഞാൻ പ്രതികാരം ചെയ്തതാ. ആ പൈസ എന്റെ കയ്യിൽ നെളി കെട്ടോടാ. തന്നെ. നീ എന്നെ ചതിക്കായിരുന്നല്ലേ? എന്ത് തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത്? ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ചതോ നീ കാരണം തകർന്നു പോയത് എന്റെ മോളുടെ ജീവിത. സാറേ ഇപ്പൊ തെളിയിച്ചത് അവന്റെ വീട്ടുകാരിയാ. കേസ് പേരിലെ അതെ എന്റെ പെണ്ണുങ്ങളെ കൊണ്ടുപോയത്. അതിനെന്തെങ്കിലും ന്യായീകരണം നിനക്ക് പറയാൻ പറ്റുമോ? പറ്റും. ന്യായീകരണങ്ങളൊക്കെ ഓൻ തന്നെ പറഞ്ഞു തരും. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. നിങ്ങളെ മനസാക്ഷിനോടൊന്ന് ചോദിച്ചു നോക്കി. അന്ന് നിങ്ങളെ ഭാര്യ വീട് വിട്ടിറങ്ങിയ രാത്രി നിങ്ങളെ വീട്ടിൽ എന്താ സംഭവിച്ചതെന്ന്. എന്താ നിങ്ങൾ ഇങ്ങനെ കിടന്ന് അലറണ്ട. പടച്ച വിചാരിച്ച് എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. മെല്ലെ പറഞ്ഞാൽ എനിക്ക് കേൾക്കാം. മെല്ലെ ചെവി അടക്കിപ്പാനക്കൊന്ന് പൊട്ടിച്ചേരുണ്ട്. നിങ്ങളിങ്ങനെ ദേഷ്യം പിടിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്ത് പുകിലാണ്ടായി? ആരോട് വെച്ചിട്ട് ഈ മുറി തുറന്നത്? പുറത്തൊന്നും ആരും വന്നിട്ടില്ലല്ലോ. ഇത് തുറന്നത് ഞാനാ. നിങ്ങൾ നിക്കാഹ് കഴിച്ച പെണ്ണ്. പെണ്ണെന്ന് പറയാ എന്ത് യോഗ്യത എനക്കുള്ളത്? കല്യാണം കഴിഞ്ഞിട്ട് 8-10 കൊല്ലായി. ഇന്ന ബാപ്പാന്ന് വിളിക്കാൻ ഒരു കുട്ടിനെ തരാൻ പറ്റിയ എനിക്ക് അത്ര വലിയ പൂതിന്റെ അച്ഛ. നിങ്ങൾ വേറൊരുത്തിനെ കെട്ടിക്കോളി. എന്നെ പോലെ ഒരുത്തി ഇവിടെ ഒഴിയാവാതെ ഇരിക്കുന്നുണ്ടാ. അപ്പോ നിങ്ങൾക്ക് ഞാനൊരു തടസ്സല്ലേ? ഇനി ആ തടസ്സമൊന്നും ഞാൻ നോക്കണില്ല. ഒന്നിനെ കെട്ടിക്കൊണ്ടുവരാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്തിനാ നിങ്ങളെ പുറപ്പാട്? അൻവർ മാറ്. ഇതിലിടപെടണ്ട. പാതിരാ നേരത്ത് നിങ്ങൾ പറഞ്ഞ സാധനം വാങ്ങി വരിക ഞാൻ. ദാ സഹിക്കാൻ വേണ്ടി പരമാവധി സഹിച്ചു. ഇനി വയ്യ. ഇങ്ങനെ എനിക്ക് ജീവിതം വേണ്ട. കുറ്റമില്ലാത്തതിന്റെ പേരും പറഞ്ഞ് കുറെ കാലം എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട് എന്ന് കരുതി ആരോടും മിണ്ടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജീവിതം അവസാനിപ്പിക്കല. ഞങ്ങൾ എങ്ങനെയൊന്നല്ല കരുതിയത്. വരി, ഞാൻ വീട്ടിലേക്ക് ഉണ്ടാക്കി തരാം. ഇല്ല, ഇനി ഞാൻ വീട്ടിലേക്കില്ല. എന്നെ നിർബന്ധിക്കരുത്. എന്തായാലും ഈ സമയത്ത് നിങ്ങൾ അവിടെ വിട്ടിട്ട് ഞാൻ പോവില്ല. എന്നെ തിരിച്ചു പുറകെ കൊണ്ടാക്കിയാൽ നേരെ വിളക്കുമ്പോൾ എന്റെ മയ്യത്ത് കാണേണ്ടി വരും നിനക്ക്. അങ്ങനെ നിങ്ങളെ ഭാര്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാ ഞാൻ ഓലെ മറ്റൊരിടത്തേക്ക് മാറ്റിയത്. എന്റെ വീടും കുടുംബം മറന്ന്. അപ്പോഴേക്കും ഞങ്ങൾ ഒളിച്ചോടി പോയിന്ന് നാട്ടുകാർ വരുത്തി തീർത്തു. നിങ്ങളടക്കം നാട്ടിലെല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു. നിങ്ങളെ പെണ്ണുങ്ങളെ സ്നേഹം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. തുലാസോണ്ട് സ്നേഹമാണെന്ന് തൂക്കി കൊടുക്കണം. നിങ്ങൾക്ക് യഥാർത്ഥ സ്നേഹത്തിന്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടുന്ന് ഓളയും കൊണ്ട് അവിടെ എത്തിയപ്പോഴാ ഓളുടെ വയറ്റിൽ നിങ്ങളെ കുട്ടി വളരുന്നുണ്ടെന്നുള്ള സത്യം ഓൾ അറിയുന്നത്. ആ നിമിഷം മുതല് നിങ്ങളുടെ അടുത്ത് എത്താൻ കുതിച്ചവളാ അവള്. പൊറുക്കണം, നിങ്ങൾ എന്നോട് പൊറുക്കണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞ് വളരുന്നുണ്ട്. അന്നു മുതൽ വാതിലും പൂട്ടി പുറത്ത് കാവലിരിക്കായിരുന്നു അവൻ. ഓൾക്കൊരു പോറലേൽക്കാതിരിക്കാൻ. അതിന് ഞാനും എന്റെ നാട്ടുകാരും സാക്ഷിയാ. തെറ്റെന്റെ അടുത്തുണ്ട്. അതൊക്കെ അപ്പോഴത്തെ ദേശത്തിന് പറഞ്ഞു പോയതല്ലേ. പക്ഷെ ഇജ്ജ് ചെയ്തതോ അടച്ചോൻ തന്ന ജീവിതം അവസാനിപ്പിക്കാൻ നോക്കി. അതിന് എന്നോടല്ല അടച്ചോനോടാ മാപ്പ് പറയേണ്ടത്. ഞാൻ ഇത്രയും കാലം ചെയ്ത പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാ ഇജ് എന്നെ വിട്ടുപോയപ്പോഴും എന്റെ വയറ്റിൽ എന്റെ കുട്ടി ഉണ്ട് എന്നുള്ള കാര്യം ഇജ് അറിയാണ്ട പോയത്. അതുകൊണ്ടാണല്ലോ നീ എന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്. അതാണ് പടച്ചോൻ. ഓനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാണ്ടിരിക്കൂല. ഓള് ചെയ്ത തെറ്റിന് ശരി കൊണ്ട് തിരുത്തിയോനായിച്ചേ. ഞങ്ങളൊക്കെ എന്നെ സംശയിച്ചു പോയി. സാരല്ല, എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറിയല്ലോ. എനിക്കത് മതി. ഇനി ഈ നാട്ടിലോ പഹയനല്ല. നിന്റെ മോളെ നിക്കാഹ് ചെയ്യാൻ പോണ ചെക്കനാ. അതിന്
നിങ്ങളെ സമ്മതം കൂടി എനിക്ക് വേണം. വെറും ഒരു പഹനായിരുന്നു എന്റെ മോനെ ജീവിക്കാൻ പഠിപ്പിച്ച് തിരിച്ചു തന്നവരാ നിങ്ങള്. നിങ്ങളെ മോളെ ഓ നിക്കാഹ് കഴിക്കണേല് ഞമ്മക്ക് എല്ലാവർക്കും സമ്മതാണ് അല്ല ചെയ്താലി. കുളിക്കാനുള്ള സോപ്പ് ഇങ്ങനെ മുറിച്ചു തരാതെ മുഴുവനായിട്ട് തന്നൂടെ? ഈ സോപ്പ് തേക്കാതെ കുളിച്ചാലും നല്ല ചേല. പിന്നെ എനിക്ക് സോപ്പ് നിർബന്ധാന്ന് പറഞ്ഞോണ്ടാ. അല്ലെങ്കിൽ ആ സോപ്പിന് പകരം താളി ആക്കിയാലോന്ന് ആലോചിക്ക. മുടി ഒഴിച്ചില് മാറി കിട്ടുവേ. അത് നിങ്ങളെ ഞങ്ങളുടെ തേച്ചാളെ. മുടി കൊയ്യണതേ ഇങ്ങക്കാ. ഇന്റെ മുടി കൊഴിഞ്ഞാലും തിരക്കടില്ല. പിന്നെ മുടി വെട്ടാൻ പൈസ ചെലവാക്കണ്ടല്ലോ. ഈ മനുഷ്യന്റെ ഒരു കാര്യം. വട്ടം കറക്കണ നാട്ടാരൻ നട്ടം തിരിക്കണ എന്നിട്ട് വട്ടം കളിക്കണ ഒടുക്കത്തെ പഹയൻ തരികിട കൊണ്ട് പകിട കളിച്ച് പമ്പരം പോലെ ചുറ്റിക്കറങ്ങി പിടിവിട്ട കളി കളിക്കണ ഒടുക്കത്തെ പഹയൻ. ഇവൻ ആകാശത്തിന് പന്തൽ കെട്ടാൻ ചാരം വാങ്ങും, ഐസിന് പെയിന്റ് അടിക്കാൻ അഡ്വാൻസും വാങ്ങും. ആകാശത്തിന് പന്തൽ കെട്ടാൻ ചാരം വാങ്ങും, അങ്ങനെ പുതിയ പുതിയ തരികിടയിൽ ഗവേഷണം നടത്തുന്നുണ്ടൊരു പഹയൻ. ഇവനൊടുക്കത്തെ പഹയൻ, ഇവനൊടുക്കത്തെ പഹയൻ, ഇവൻ നാട്ടിലെ പഹയൻ, നമ്മുടെ പഹയൻ, ഇവൻ നാട്ടിലെ പഹയൻ.